കാണുമ്പോൾ നിസ്കാരക്കാരന്റെ ശ്രദ്ധ മാറും. അതാണ് പറയുന്നത് മനുഷ്യനെ അകക്കൺ തുറന്നാകെ നോക്കടാ മാട. അങ്ങനെയാണെങ്കിൽ നിനക്ക് ഉത്സാരം കിട്ടും. ഈ ലൈറ്റ് മോശമെന്ന് പറയുമ്പോൾ തെറ്റിദ്ധാരണ വേണ്ട, ലൈറ്റൊക്കെ ആവശ്യമാണ്. പക്ഷേ നമ്മൾ ഈ ഇരുട്ടിനിങ്ങനെ പേടിക്കരുത്, ഇരുട്ട് കാണണം. ഒരു വീട്ടിൽ അതിഥിയായി വന്നു സയ്യിദന ഇമാമുന ഷാഫി റഹിമഹുല്ലാ. ബഗ്ദാദിൽ താമസിക്കുന്ന കാലത്ത് ആതിഥേയൻ റാന്തൽ കത്തിച്ചു കൊടുത്തു. വലിയ ഇമാമല്ല, ഒരുപാട് മസാല നോക്കാനുണ്ടാകും. രാത്രി കുറച്ചു നേരം ചെന്ന് കഴിഞ്ഞു നോക്കുമ്പോ ആ റാന്തൽ കെട്ടിട്ടുണ്ടാകും. ആരാണ് കെടുത്തിയത് എന്ന് ഈ വീട്ടുകാരന് മനസ്സിലാവുന്നുമില്ല. വീണ്ടും പോയി കത്തിച്ചു വെക്കും. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അത് കെട്ടിട്ടുണ്ടാകും. ആരാണ് കെടുത്തുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. ഒരുപാട് തവണകളിൽ ആവർത്തിച്ചപ്പോൾ ഈ വീട്ടുകാരൻ മല്ലേ നോക്കി ആരാണ് ഈ പണിയൊപ്പിക്കുന്നത്. നോക്കുമ്പോഴുണ്ട് സയ്യിദുന ഇമാമുന ഷാഫി. ഈ കത്തുന്ന ഈ റാന്തലിന്റെ നേരെ പോയി അതിനെ കെടുത്തുകയാണ്. അദ്ദേഹം തന്നെ അതിനെ കെടുത്തി അവിടെ വെക്കുകയാണ്. രാവിലെയായപ്പോൾ വീട്ടുകാരൻ ചോദിച്ചു, അല്ല ഇമാമേ, ഒരുപാട് മസലകൾ നിർദ്ധാരണം ചെയ്തെടുക്കാനുണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ ആവർത്തിച്ച് വന്നുകൊണ്ട് റാന്തൽ കത്തിച്ചു വെച്ച് തന്നത്. ഇരുട്ടത്ത് സാധിക്കില്ലല്ലോ എന്ന് കരുതി. പക്ഷേ ഞാൻ നോക്കുമ്പോൾ നിങ്ങൾ തന്നെയാണത് കെടുത്തുന്നത്. നിങ്ങൾക്ക് വെളിച്ചത്തോട് ഇത്ര വലിയ അലർജിയാണോ? ഷാഫി ഇമാമിന്റെ മറുപടി, നമ്മൾ എഴുതി വെക്കേണ്ട മറുപടി അതാണ്. ഷാഫി ഇമാം പറഞ്ഞു, അൽഉൽമതു ജലാഉൽ ലിൽ ഹുസൻ വനമാഉൽ ലിൽ അഖൽ. തവാക്ക് അൽഉൽമതു, ഇരുട്ടെന്ന് പറഞ്ഞാൽ ജലാഉൽ ലിൽ ഹുസൻ, മനസ്സിനെ അലട്ടുന്ന പ്രയാസങ്ങൾക്കുള്ള മരുന്നാണ് ഇരുട്ട്. വെളിച്ചം ദുഃഖമാണുണ്ണി എന്ന് മലയാളത്തിലെ കവി പറയുന്നതിൻ്റെ 700 കൊല്ലം മുമ്പ് പറഞ്ഞു എന്നാ പറയുന്നത് അല്ലേ. പിന്നെയോ വനമാഉൻ ലിൽ അഖൽ, ബുദ്ധിക്കുള്ള ഒരു വളർച്ചയുമാണ് ഇരുട്ട്. ഇരുട്ടത്ത് പോയി നിന്നാൽ അല്ലേ, നല്ല ടെൻഷനാകുമ്പോൾ എന്താ ചെയ്യാൻ തോന്നുക? എല്ലാ ലൈറ്റും ഇടാനാണോ തോന്നുക? എല്ലാ ലൈറ്റും ഓഫാക്കാനാണോ തോന്നുക? എല്ലാ ലൈറ്റും ഓഫാക്കി വാതിലടച്ച് കുറ്റിയിട്ട് കിടന്ന് കരയാനാണ് തോന്നുക. ഇരുട്ടത്ത് ഇറങ്ങി നടന്നാൽ, ഇരുട്ടിൽ പോയി ഇരുന്നാൽ, ഇരുട്ടത്ത് ആകാശത്തേക്ക് നോക്കിയാൽ, ഇരുട്ടത്ത് കടപ്പുറത്ത് പോയാൽ, ഇരുട്ടത്ത് ദ്വാരന്നാൽ, ഇരുട്ടത്ത് തഹജ്ജുദ് നിസ്കരിച്ചാൽ, ഇരുട്ടത്ത് കാലിൽ ചെരുപ്പില്ലാതെ കിണറ്റിന്റെ കരയിലേക്ക് പോയി വാഷ് ബേസിലല്ല, ഇരുട്ടത്ത് സുജൂദ് ചെയ്താൽ അതിന് കിട്ടുന്ന ആനന്ദം ജലാഉൽ ലിൽ ഹുസൻ, ദുഃഖത്തെ ഇരുട്ട് നീക്കം ചെയ്യും. പിന്നെയോ വെളിച്ചം കാണുമ്പോൾ ടെൻഷനാണ്. മനുഷ്യനെ അറിയാനുള്ള അവകാശത്തെക്കാൾ കൂടുതൽ അറിയാതിരിക്കാനുള്ള അവകാശത്തെ നിഷേധിക്കുന്നതും വെളിച്ചം. മൊബൈലിന്റെ വെളിച്ചം, ടിവിന്റെ വെളിച്ചം, ഇന്റർനെറ്റിന്റെ വെളിച്ചം, യൂട്യൂബിന്റെ വെളിച്ചം, ഫേസ്ബുക്കിന്റെ വെളിച്ചം, വാട്സാപ്പിന്റെ വെളിച്ചം, ഇൻസ്റ്റഗ്രാമിന്റെ വെളിച്ചം. എന്തൊരു മാലിന്യങ്ങളാണ്, എന്ത് വലിയ മാലിന്യങ്ങളാണ്. കോൺസെൻട്രേഷൻ പോയി. ഒരു പൊട്ടിയ പെൻസിലും ഒരു പൊട്ടിയ സ്കെയിലും ഉപകരണം ഇല്ലാത്തൊരു ബോക്സും ഇങ്ങന്ന് ഇംഗ്ലീഷും അങ്ങന്ന് മലയാളവും നടുവിൽ നിന്ന് സോഷ്യൽ സയൻസ് എഴുതിയൊരു നോട്ട്ബുക്കും, ഇതൊക്കെ വെച്ചിട്ടാണ് ഇന്ന് സമൂഹത്തിൽ വലിയ ആളുകളായി നിൽക്കുന്നവരൊക്കെ പഠിച്ചതല്ലേ. എല്ലാ ഉപകരണമുള്ള കുട്ടിക്ക് കണക്കിൽ 10 മാർക്ക്. ആരാൻ്റെ ബോക്സ് എടുത്ത് കണക്ക് പഠിച്ച കുട്ടിക്ക് 90 മാർക്ക് അല്ലേ. ഓരോ ദിവസം ഓരോ ബാഗ്, മാസത്തിൽ ഷോപ്പിംഗ്, കൊണ്ടുപോകാൻ ബസ്, കൊണ്ടുവരാൻ കാറ്, ഒക്കെ സജ്ജീകരണം. കുട്ടിക്ക് തലയിൽ കയറുന്നില്ല, പഠിച്ചിട്ട് കയറുന്നില്ല. രക്ഷിതാക്കൾ പറയും എല്ലാ സൗകര്യവും ഉണ്ട്, സ്റ്റഡി റൂം വേറെ തന്നെയുണ്ട്, താഴെയുണ്ട്, മീതെയുണ്ട്. എന്താ പ്രശ്നം എന്നറിയോ? കുട്ടിക്ക് തലയിൽ കയറാത്തത്, കോൺസെൻട്രേഷൻ ഇല്ലാത്തത്, ലൈറ്റ് കൂടിയിട്ട് എല്ലാ ബൾബും കെടുത്തിയൊക്കെ ഒരു കൊല്ലം. എന്നിട്ട് ഈ പറയുന്ന ഒന്നും വേണ്ട, ഒരു ബാഗ് മതി, 2 നോട്ട് ബുക്കും മതി, വലിയ
അറിയപ്പെട്ട സ്കൂളിലൊന്നും സ്ഥാപനത്തിലും പറഞ്ഞേക്കും വേണ്ട, ഗവൺമെന്റ് സ്ഥാപനത്തിൽ പറഞ്ഞേച്ചാലും മതി. വാഴക്കുണ്ടെന്ന് പഠിപ്പിച്ചാൽ മതി, കുട്ടിയാണെങ്കിൽ ഇനി പോരും. ഇനി അതല്ല, ഈ ലൈറ്റ് മഴയിൽ കുളിപ്പിച്ച കുട്ടിയാണെന്നിരിക്കട്ടെ, നിങ്ങൾ ഗ്ലോബൽ സ്റ്റാൻഡേർഡ് യൂണിവേഴ്സിറ്റി കൊണ്ട് ചേർത്തിയാലും പോല. കാരണം അത് പ്രകൃതി വിരുദ്ധമാണ്. എന്റെ വിഷയം അങ്ങോട്ടൊക്കെ കൊണ്ടുപോകല്ല, ഷുജായിയെ പറഞ്ഞപ്പോൾ അങ്ങോട്ടേക്ക് സ്ലിപ്പായതാണ്. എപ്പോഴേ വഹി ഇറങ്ങിയത്, ബാക്കി എന്തിനാ ചിന്തിക്കുന്നത്? നമുക്ക് എവിടെയാണ് തെറ്റുപറ്റിയത്? എപ്പോഴാണ് വഹി ഇറങ്ങിയത്? ഉച്ചക്കല്ല, ഇരുട്ടത്താ. ലോകത്തെ എല്ലാ വിവര വിദ്യാഭ്യാസങ്ങളുടെയും ആദ്യത്തെ നാന്ദി കുറിക്കപ്പെട്ടത് ഇരുട്ടത്താ, അത്താഴത്തിന്റെ നേരത്താണ്. എങ്ങും ഇരുട്ടാണ്, 4 ഭാഗത്തും ഇരുട്ടാണ്. ഒരു സ്റ്റഡി റൂം സെറ്റ് ചെയ്യേണ്ട രീതി, അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ, അതിന്റെ ഡിസൈനിങ് എങ്ങനെയായിരിക്കണമെന്ന് പോലും പഠിപ്പിച്ചു തന്നു വഹിയിന്റെ ഉദ്ഘാടനം വഴി. ഒരു ഗുഹ, ചെറിയൊരറ, വലിയൊരു മല, അതിലൊരു പാറമേട, അതിനകത്തൊരു ഗുഹ, അതിലൊരു മനുഷ്യന് മാത്രം ഇരിക്കാൻ പറ്റുന്ന ഒരു സ്പേസ്, എങ്ങും ഇരുട്ട്, നല്ല തണുപ്പ്, അരണ്ട വെളിച്ചം മാത്രം. അപ്പോഴാണ് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് അധ്യാപകൻ വന്ന് മുഴിഞ്ഞു കൊടുത്തത്. ഇരുട്ടത്താണ്. എന്തേ ളുഹറിനായില്ല, എന്തേ അസറിനായില്ല? അത് പഠിക്കാൻ പറ്റിയ നേരമല്ല. പഠിക്കാൻ പറ്റിയ നേരം ചുറ്റിടവും ഇരുട്ടുള്ള നേരം, പഠിക്കുന്നതിൽ മാത്രം പ്രകാശമുള്ള സമയം. ഇത് കേവലം അന്ത്യപ്രവാചകന്റെ വഹയിന്റെ ഘട്ടം മാത്രമല്ല. കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം, അല്ല മിണ്ടിയ മൂസ, അല്ലെങ്കിൽ അള്ളാഹിനോട് മിണ്ടിയ മൂസ, കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം. മൂസ ഇബ്നു ഇമ്രാൻ എപ്പോഴാണ് അള്ളാഹിന്റെ റസൂലായ മൂസയായത്? രാത്രി. എപ്പോഴാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം, ഇബ്രാഹിം ഇബ്നു ആസർ എപ്പോഴാണ് അള്ളാഹിന്റെ റസൂലായ ഇബ്രാഹിം ആയത്? രാത്രി. എല്ലാം രാത്രി, ഇരുട്ടത്ത്. കോപ്റ്റി ക്രിസ്ത്യാനിയെ കൊന്ന്, അല്ലെങ്കിൽ ഒരു പ്രദേശവാസിയുമായിട്ടുള്ള ഒരു ഓർക്കാപ്പുറത്തൊരു വധം നടന്നിട്ട് നാട്ടിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടതാണ് ഇമ്രാന്റെ പുത്രനായ മൂസ അലൈഹിസ്സലാം. നാട് വിടുകയാണ് രാത്രി, ഫിർഔനെ ഭയന്നിട്ട്. ഗർഭിണിയായ ഭാര്യ സഫൂറയുണ്ട് കൂടെ. രാത്രി, വഴി കാണുന്നില്ല. ഭാര്യ പറഞ്ഞു ഭർത്താവിനോട്, പ്രസവവേദനയാകുന്നുണ്ട്, ഇരുട്ട്, എങ്ങനെയാണ് ഈജിപ്തിലേക്ക് നാട് കടക്കുക എന്ന് പോലും മനസ്സിലാവുന്നില്ല. മദിയനിൽ നിന്ന്, ഇന്നത്തെ ജോർദാനിൽ നിന്ന് ഈജിപ്തിലേക്കാണ് പലായനം. വിശുദ്ധ ഖുർആൻ പറയുന്നു, ഇവിടെ പേറുനാവുള്ള സഫൂറ കൂടെയുണ്ട്. നേരം വെളുത്താൽ ഫിർഔന്റെ പരിവാരങ്ങൾ തപ്പി നടക്കുന്നുണ്ട്. ലുക്കൌട്ട് നോട്ടീസ് ഉണ്ട്, നാടുകൾ മുഴുവനും ഒട്ടിച്ചു വച്ചിരിക്കുന്നു. ദൂരെ നോക്ക്, ആരോ തീ കൂട്ടിയത് കാണുന്നു. ഇന്നി ആനസ്തു നാറൻ ലഅല്ലി ആതീകും ബികബസിൻ മിൻഹാ ഔ അജിദു അലൻ നാരി ഹുദാ. അതാണ് ഉണ്ടായത്. ദൂരെ ആരോ അതാ തീ കൂട്ടിയത് കാണുന്നു. ഞാൻ അവിടെ പോയി റാന്തൽ കൊണ്ടുവരാം, അല്ലെങ്കിൽ അയാളോട് ചോദിച്ചു വരാം എങ്ങനെയാണ് ഈജിപ്തിലേക്കുള്ള വഴി. പോയി മല കയറിയ മൂസ ഗിലേനെ ഗേ പയംബരി പായേ, തീ കൊണ്ടുവരാനാണ് മൂസ മല കയറിയത്. നബിയായിട്ടാണ് മൂസ ഇറങ്ങി വന്നത് അലൈഹിസ്സലാം. മൂസ അലൈഹിസ്സലാമിനോട് ശരീരി ഞാൻ അല്ലാഹു ആണ്, താങ്കളെ തെരഞ്ഞെടുത്തിരിക്കുന്നു, താങ്കളുള്ളത് പരിശുദ്ധമായ താഴ്വാരത്തിലാണ്. ചെരിപ്പുഹുരു മൂസ അലൈഹിസ്സലാം. എന്റെ വിഷയം അതല്ല. രാത്രി 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 നാട് വിടുമ്പോ നബിയാക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ പുറത്തെ കാഴ്ചകൾ കുറയുമ്പോൾ അകത്തെ കാഴ്ചകൾ കൂടും. മജ്‌ലിസ് അന്നൂറിന്റെ എല്ലാം സന്ദേശം അത് തന്നെയാണ്. കുറെ നേരം ഫോൺ ഓഫാക്കി വെക്കുക, TV ഓഫാക്കി വെക്കുക, യൂട്യൂബിൽ നിന്ന് കുറച്ചു കാലത്തേക്ക് രാജിവെക്കുക, ഇൻസ്റ്റഗ്രാമിലെ അക്കൗണ്ട് കുറച്ചു കാലത്തേക്ക് ഡീആക്ടിവേഷൻ ചെയ്യുക, ഫേസ്ബുക്കിൽ ഈ ആഴ്ച കയറില്ല എന്ന് തീരുമാനിക്കുക.
വാട്സാപ്പ് ഗ്രൂപ്പിൽ നമ്മുടെ സമ്മതമില്ലാതെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഓഫാക്കുക. അങ്ങനെ കുറേ കാര്യങ്ങൾ അറിയണ്ടെന്ന് തീരുമാനിക്കുക. മനസ്സിലായില്ലേ? ഞാൻ നിങ്ങളെക്കാൾ അറിയുന്ന ആളല്ല, പക്ഷെ ഈ പറയുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ കാലം നേരിടുന്ന രോഗത്തിൻ്റെ മരുന്നാണ്. ഇതൊക്കെ എന്തിനാ നമ്മൾ അറിയുന്നത്? വലിയ കാര്യമായിട്ട് ആൾക്കാർ പറയുന്നതാണ്. പഴയ കാലമല്ല, അറിയാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും കിട്ടിയ മഹത്തായ കാലഘട്ടം. പക്ഷെ എന്താ ഉണ്ടായത് ലാസ്റ്റ്? തലക്ക് സ്വസ്ഥതയില്ല, അങ്ങനെ ഉണ്ടായി. ഇതൊന്നും അറിയൽ ആവശ്യമില്ല. ഇപ്പറയപ്പെട്ട സാധന സാമഗ്രികൾ എൻ്റെ കയ്യിലുണ്ട്, നിങ്ങളുടെ കയ്യിലുണ്ട്, നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ എത്ര സമയമാണ് റബ്ബേ പോകുന്നത്? യന്ത്രങ്ങൾ കൊണ്ട് നമ്മൾ ജീവിക്കുന്നു, തവക്കുലില്ലാതാവുന്നു. ഇതൊക്കെയാണ് സൂഫികൾക്ക് പരാതി നമ്മളെക്കുറിച്ച്. 8:30 ഞാൻ എത്തും, ഉസ്താദിന് ഉദവിക്ക് വാക്ക്. എന്തേ 8:30 എത്തും? എനിക്ക് ആത്മവിശ്വാസം. കാറ് കത്തിച്ചാ പോരെ? റോഡ് പലയിടത്തും 6 വരിയൊക്കെ ആയല്ലോ. ഒന്ന് ആഞ്ഞമർത്തി ചവിട്ടിയാൽ എത്തും. എൻ്റെ തവക്കുൽ ഇവിടെ വന്ന് പ്രസംഗിക്കുന്ന ജാഹിലായ, ശരിയില്ലാത്ത, പാപിയായ, ധിക്കാരിയായ, വിഡ്ഢിയായ, പൊട്ടനായ എൻ്റെ മനസ്സ് എന്ത് പറഞ്ഞു? എടാ, നിന്നെ 8:30 മാഹിക്കടുത്ത് അവിടെ എത്തിക്കും. കാരണം അള്ളാഹ്ക്ക് കഴിവുണ്ട് എന്നുള്ളതല്ല, നിന്റെ കാറിന് കഴിവുണ്ടടാ. നീ നാഞ്ഞ് ചേട്ടിയാ പോരെ? ഉടൻ തന്നെ മെസ്സേജ്, ഞാൻ 8:30 എത്തും. തവക്കുലിന്റെ കിബിര തന്നെ മാറിയിരിക്കുന്നു. ഇതൊന്നും ഒരു നല്ല സാധനമല്ല. ആയിരുന്നുവെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടാകുമായിരുന്നു. ആയിരുന്നുവെങ്കിൽ പ്രവാചകൻ ഫേസ്ബുക്കിൽ ഒരു പബ്ലിക് അക്കൗണ്ട് എടുക്കുന്ന കാലത്ത് വരുമായിരുന്നു. അല്ലെ, പ്രവാചകന്റെ കാലത്ത് ഈ ടെക്നോളജി ലോകത്ത് അല്ലാഹു സംവിധാനിക്കുമായിരുന്നു. ഓരോ കാലഘട്ടത്തിലും എന്തുണ്ടാകണമെന്ന് തീരുമാനിക്കുന്നവൻ അല്ലാഹുവാണ്. ജനുവിനായ പ്രകൃതിപരമായ സംഗതികൾ ഉപയോഗപ്പെടുത്തിയാണ് പ്രവാചകൻ ദീൻ പറഞ്ഞത്, പ്രചരിപ്പിച്ചതൊക്കെ ചെയ്തത്. എല്ലാ കാര്യവും പ്രവാചകൻ അറിയാൻ താല്പര്യപ്പെട്ടില്ല, അറിയേണ്ടത് മാത്രം. ഖൈറുൽ ഖുറൂനി ഖർനി ഫുമ്മല്ലദീന യലൂനഹും ഫുമ്മല്ലദീന യലൂനഹും. എൻ്റെ കാലമാണ് ഏറ്റവും നല്ല കാലം എന്ന് പറഞ്ഞാൽ അന്നായിരുന്നു നാച്ചുറലി സംഗതി ഉള്ളത്. ഞാൻ അങ്ങോട്ടേക്ക് പോവല്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസിന്റെ ബാക്കി, സയത്തി സമാനുൻ അലന്നാസ് യതകാറബുസ് സമാൻ. അത് കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞറിയോ? വയുഖ്ബലുൽ ഇൽമു വയൻഖുസുൽ അമൽ വയുൽകശുഹു വയക്ഫുറുൽ ഹറജു. ഖാലു മൽ ഹറജ്? ഖാൽ അൽ ഖത്ൽ അൽ ഖത്ൽ ലാ യദ്രിൽ ഖാതിലു ഫീമാ ഖതൽ വലാ യദ്രിൽ മുഖ്തലു ഫീമാ ഖുതിൽ. മുത്തഫഖുൻ അലൈഹി. ബുഖാരി മുസ്ലിമും നിവേദനം ചെയ്ത ഹദീസാണ്. അവിടെ പറഞ്ഞ കാര്യം വയുഖ്ബലുൽ ഇൽമ്. അന്ത്യനാളെടുക്കുമ്പോൾ അറിയേണ്ട അറിവ് ഇല്ലാതാകും. അറിയാൻ ആവശ്യമില്ലാത്ത അറിവ് 4 ഭാഗത്തേക്കും ചിതറുന്നർത്ഥം. റസൂലുള്ള അറിവ് കുറയെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ റസൂലുള്ളാഹിനെ തള്ളി പറയില്ലേ? വലിയ ഇന്ന് നമ്മൾ അംഗീകരിക്കുന്ന വലിയൊരു മുഫ്തി, ഒരു ഫഖീഹ്, അദ്ദേഹം ആകെ തൊട്ട കിതാബിനേക്കാളും 10 ഇരട്ടി കിതാബ് ഇന്ന് നമ്മുടെ ചെക്കൻ ഉസ്താദുമാർ കൈകാര്യം ചെയ്യുന്നുണ്ട്. അറിയാം നിങ്ങൾ? ഇന്നത്തെ ഈ യൂത്ത് ഉസ്താദുമാരില്ലേ, ആ ഉസ്താദുമാര് പഴയ മുഫ്തിമാര് ഓതി കിതാബല്ല, കണ്ട കിതാബിന്റെ 10 ഇരട്ടി വായിക്കുന്നുണ്ട്. 50,000 കിതാബുള്ള മക്തബ ഷാമില, 1,00,000 കിതാബുള്ള ആപ്ലിക്കേഷൻസ്, 10,000 കിതാബൊക്കെ എല്ലാ മൊബൈലിലും ഉണ്ട്. ആ മൊബൈൽ തന്നെ എല്ലാ പടം ഉണ്ടാവും, സിനിമ ഉണ്ടാവും, കോമഡി ഉണ്ടാവും, ഹിറ്റ് ഉണ്ടാവും, വിറ്റ് ഉണ്ടാവും, ഫിത്തന ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. പക്ഷെ കിതാബും ഉണ്ടാവും. എന്റേതടക്കം. ഇൽമിന്ന് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ശരിയല്ല. ഇൽമിന്നാണ് കൂടിയത്. നമ്മൾ കാടടച്ച് പറയാൻ പാടില്ല. ഇൽമിന്ന് കൂടിയിരിക്കുന്നു. കാരണം ഇന്ന് പണ്ടൊരു ഫതുഹുൽ മുഈനും ഒരു ഇയാനത്തും തർശീഹും, ഏറി വന്നാൽ മഹല്ലിയും ഒരു തുഹഫയും, അതാണ് അന്നത്തെ ഫിഖ്. അത് മതി.
പക്ഷെ ഇന്ന് 40,000, 50,000, 20,000 ഒക്കെ കിതാബാണ്. അപ്പോൾ ഇൽമ് അന്ത്യനാളെടുക്കുമ്പം കുറയെന്ന് പറഞ്ഞ റസൂലുള്ളാഹിന്റെ വർത്താനത്തിന് അപ്പറഞ്ഞ പ്രത്യക്ഷാർത്ഥ ഉദ്ദേശമില്ല. ഇന്ന് ഇൽമ് കൂടി. പഴയ നാടൻ ഉറുദി, ഒരു 10-15 കൊല്ലം മുമ്പുള്ള നാടൻ ഉറുദി പറയുന്ന ഉസ്താദിൻ്റെ വയൽ ഇന്നത്തെ ജനറേഷൻ അയലത്ത് എന്താ പറയാ വെക്കില്ല, കേൾക്കാൻ മെനക്കെടില്ല, അതിലൊന്നും ഇല്ല എന്ന് പറയും. ഇന്നത്തെ ഒരാളെ ഒരു രാസവളവും ജൈവവളവും ഇട്ട് വികസിപ്പിച്ചൊരു പ്രഭാഷണം അങ്ങ് മുഴങ്ങിയാൽ ചടപട ഇൽമിൻ്റെ പെരുമഴ പെയ്യും. ഇൽമിന്ന് കൂടി. പക്ഷെ റസൂൽ ഒരു വാക്ക് പറഞ്ഞു, ഇൽമു, പ്രയോജനകരമായ അറിയേണ്ട അറിവ് ഉണ്ടാവില്ല. ഉപകരണങ്ങളിൽ നിന്ന് കിട്ടുന്ന അറിവുകളൊക്കെ ഈ പറഞ്ഞ അറിയൽ ആവശ്യമില്ലാത്ത അറിവുകളാണ് കൂടുതലും. വാട്സാപ്പിൽ ഒരുപാട് ഫത്വ ഗ്രൂപ്പുകൾ. അന്ന് തുടങ്ങിയതല്ലേ സമുദായത്തിൽ ഫിത്തിന? ഒരു മുഫ്തിയോട് ചെന്ന് ചോദിക്കണത്, അറിയുന്ന ഫക്കീഹിനോട് നേരിട്ട് പോയി ചോദിക്കണം. അതാണ് ഇസ്ലാമിന്റെ ഗുരുകുല സിസ്റ്റം. അതാണ്. വാട്സാപ്പിൽ ഗ്രൂപ്പ് ഉണ്ടാക്കി കണ്ടവനൊക്കെ ഫത്വ കൊടുക്കലല്ല. ആ ഫത്വ കൊണ്ട് എന്തുണ്ടായെന്ന് വെച്ചാൽ മുറിയറിവ് കൂടി ഒരാളെയും അംഗീകരിക്കാത്ത സമുദായം ഒന്നിച്ച് യത്തീംഖാനയിലെത്തി. ഈ സമുദായം ഒന്നിച്ച് യത്തീംഖാനയിലെത്തി. നാഥനില്ല പടയായി. എന്തേ കാരണം? ഈ ഗ്രൂപ്പിൽ ഈ ഫത്വ, ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ വേറെ ഫത്വ, ഈ ഫത്വ ഏറ്റുമുട്ടുന്നു. ഇത് ഹറാമ്, ഇതിൽ ഹലാല്, ഇതിൽ സുന്നത്ത്, ഒരു കാര്യം തന്നെ. എന്താണ് അവസ്ഥ? ഞാനിത് വെറുതെ പറയല്ല. ഫിത്തിനകൾ വതക്ഫറുൽ ഫിത്തിന, അധികരിക്കും. അപ്പോ നമ്മുടെ സയ്യിദുൽ ഉലമ ജിഫ്രി തങ്ങൾ എൻ്റെ ഉസ്താദാണ്. ഒരു മാങ്ങാണ്ടി ഫോണാണ് അവർക്കുള്ളത്. ജിഫ്രി തങ്ങൾ ഏറ്റവും വലിയ പ്ലസ് എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ ഒരു സ്മാർട്ട് ഫോൺ അദ്ദേഹം ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരുപാട് പ്ലസ് ഉണ്ട്. സ്മാർട്ട് ഫോൺ ഇല്ല. അതുകൊണ്ട് കിതാബ് നോക്കാൻ തോന്നും, ഫിത്നയിൽ നിന്ന് മാറി നിൽക്കാൻ തോന്നും. ഞാനൊരാളെ പറയല്ലേ, അതില്ലാതെ പറ്റില്ല. ദൈനംദിന ജീവിതത്തിൽ അത് ആവശ്യമാണ്. ഞാൻ കാട് കയറി പറയുകയല്ല, പക്ഷേ പരിധി ആവശ്യമാണ്. ഒരുപാട് ഇൽമിന്റെ ഗ്രൂപ്പുകളിലുണ്ട് എന്നുള്ളതൊരു പ്ലസ് അല്ല, മൈനസ് ആണ്. എല്ലാ യൂട്യൂബിൽ നിന്നും വാഴ കേൾക്കും എന്നുള്ളതൊരു പ്ലസ് അല്ല, മൈനസ് ആണ്. ഒന്ന് കേട്ടാൽ മതി, ഇടക്കിട കേട്ടാൽ മതി. കേൾക്കുന്നതൊരു കേൾവിയാകണമെന്ന് മാത്രം. ഉസ്താദുമാരോട് ചെന്ന് ചോദിക്കണം, കൊള്ളാവുന്നവരെ കേൾക്കണം, ഒരുപാട് വേണ്ട. സെൻസർഷിപ്പ് ആവശ്യമാണ്. അതും കേട്ടു, ഇതും കേട്ടു, മറ്റതും കേട്ടു. ഇതാണ് കൂടുതൽ ആപ്റ്റ്, നമ്മളാണ് വിധി എഴുതുന്നത്, അത് ശരിയല്ല. അതുകൊണ്ട് ദീൻ പാതി വെച്ച് മുറിഞ്ഞു പോകുമെന്നേ ഉള്ളൂ. ചുരുക്കുന്നു. അതായത് ഈ വെളിച്ചത്തിന്റെ മഴ ഏറ്റവും വലിയ മാലിന്യമാണ് അന്തരീക്ഷത്തിന് മാത്രമല്ല മനുഷ്യന്റെ ഹിദായത്തിനും. അതുകൊണ്ട് ശുജായി 200 കൊല്ലം മുമ്പ് പാടി. അതല്ല വേണ്ടത്, അകക്കൺ തുറക്കുകയാണ് വേണ്ടത്. ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ അബ്സാരിഹിം ഗിശാവ. അല്ലാഹു മൂടിയിട്ട് കളഞ്ഞ ഈ ഹൃദയമാണ് ഏറ്റവും വലിയ കാഴ്ചയുള്ള കാര്യം. ഹൃദയത്തിനാണ്, ഫുആദിനാണ് കാഴ്ചയുണ്ടാവേണ്ടതല്ലാതെ മുഖത്തെ കണ്ണിനല്ല എന്ന് അദ്ദേഹം പഠിപ്പിക്കുകയാണ്. ഉത്സാഹമോർത്താൽ തർക്കിക്കാൻ നേരം, ബഹളം വെക്കാൻ നേരം. ഐസ് അലിയുന്ന പോലെ അലിയുന്നൊരാഹിസ്, ഉപ്പടിഞ്ഞു പോകുന്ന പോലെ അടിഞ്ഞു പോകുന്ന രാവും പകലും. ഐസ് അലിയുന്ന പോലെ അലിഞ്ഞു പോകുന്ന ഐസ്, ഉപ്പടിഞ്ഞു പോകുന്ന പോലെ അടിഞ്ഞു പോകുന്ന രാവും പകലും. ഒന്നിനും ഒരു മൂല്യമില്ല, ഒന്നിനും ഒരു കാതലില്ല. രാവാകുന്നു, പകലാകുന്നു, വീണ്ടും രാവാകുന്നു, വീണ്ടും പകലാകുന്നു. കുഞ്ഞുങ്ങളൊക്കെ കാര്യക്കാരാകുന്നു, കമ്മറ്റിക്കാരാകുന്നു. 5 വട്ടം ഗൾഫിൽ പോയി വരുമ്പോഴേക്ക് നാട് മാറുന്നു, വീട് മാറുന്നു, കുടുംബം മാറുന്നു, ആരോഗ്യം ക്ഷയിക്കുന്നു, നമ്മൾ വേണ്ടാത്തവരാകുന്നു. ജീവിതം അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഉത്സാരമോർത്താൽ എന്താണ് നാളെ വരാനുള്ളത് എന്ന് ഓർത്താൽ ഉറങ്ങാമോ കാടാ? പിന്നെ നിനക്ക് ഉറങ്ങാൻ കഴിയുമോടാ? മയ്യത്ത് കബറിൽ വെച്ചിട്ട് 40 ദിവസം കഴിഞ്ഞിട്ടൊന്ന് തുറന്നു നോക്കണം. അള്ളാഹു സംരക്ഷിക്കാത്ത മയ്യത്താണെങ്കിൽ ചളബളാന്ന് കളിക്കുന്ന പായസത്തിന്റെ കുണ്ടായിട്ടുണ്ടാകും കബറിന്റെ ഉള്ള്.
ചളബളാന്ന് കളിക്കുന്ന, ഞളബളാന്ന് കളിക്കുന്ന, നമ്മൾ ദോശ ചുടാൻ മാവ് കുഴച്ചാലുള്ളതുപോലെ, പായസം മറിഞ്ഞാലുള്ളതുപോലെ, കുഞ്ഞുങ്ങൾ കാഷ്ടിച്ചാലുള്ളതുപോലെ ഞളുപ്പൻ കബറായിരിക്കും. അള്ളാഹു സൂക്ഷിക്കാത്ത മയ്യത്തുകളാണെങ്കിൽ വയറ് പൊട്ടിക്കേറി ചലമൊലിച്ച് ചോര ഞളുപളയായി മൃദുലമായ അവയവങ്ങളെല്ലാം കൂടിക്കുഴഞ്ഞ്, ഒരു മനുഷ്യനെ കരുതാൻ പറ്റുന്നതിൽ വെച്ച് ഏറ്റവും നല്ല നീയത്ത്, ദുആ ചെയ്യാൻ പറ്റുന്നതിൽ വെച്ച് ഏറ്റവും മനോഹരമായൊരു ദുആ എന്താ അറിയോ? എൻ്റെ മയ്യത്തിനെ മണ്ണ് തിന്നാത്തൊരു മയ്യത്താക്കി മാറ്റണമേ. നമുക്കത് ചിന്തിക്കാൻ പറ്റുന്നില്ല, നമുക്ക് തിരക്കാണ്. അള്ളാഹിനോട് അറിയുന്ന ഭാഷയിൽ, മലയാളത്തിലാണ് മലയാളത്തിൽ, അറബിയിലാണെങ്കിൽ അറബിയിൽ നമ്മൾ ദുആ ചെയ്യേണ്ട ഒരു സാധനമാണത്. കാരണം അതിലെല്ലാം പെട്ടു. ചിലപ്പോൾ നിങ്ങളത് ചിന്തിക്കലുണ്ടോയെന്ന് അറിയില്ല. ഈ കുറ്റാന്വേഷണത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ട് 40 ദിവസം കഴിഞ്ഞിട്ടും 4 മാസം കഴിഞ്ഞിട്ടും 1 കൊല്ലം കഴിഞ്ഞിട്ടൊക്കെ ഈ ഖബറ് മാന്തുമോ ഒരു പേടിയായിരിക്കും. എങ്ങനെയായിരിക്കും ആ മയ്യത്ത്? ഇപ്പം ഇതൊരു പതിവാന്നല്ലോ. 4-ാം ദിവസം മാന്തലും 10-ാം ദിവസം മാന്തലൊക്കെ ഇപ്പോൾ ഒരു പതിവാന്നല്ലോ. എങ്ങനെയായിരിക്കും ആ മയ്യത്ത്? എങ്ങനെയായിരിക്കും ബന്ധുക്കളത് കണ്ട് സഹിക്കുക? ഈ അടുത്ത് മലപ്പുറത്ത് ഈ റോഡ് വികസിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഒരു മഹലിലുള്ള ഖബർസ്ഥാന് ഒരു ഭാഗം മുഴുവനും തോണ്ടിയെടുത്തു. അന്ന് പിന്നെ അത് ഖബർ മാന്തുന്ന അവസ്ഥ മാറി അതിൻ്റെ മുകളിൽ കൂടി കൊണ്ടുപോയി. എന്നാൽ ഖബർ മാന്തിയില്ല. മാന്തിയിരുന്നെങ്കിൽ ഒരു മയ്യത്തെങ്കിലും ചിലപ്പോൾ ദ്രവിക്കാത്തൊക്കെ കിട്ടും. മയ്യത്ത് ദ്രവിച്ചു പോയ ആളുകളൊക്കെ വടക്കുള്ള മോശക്കാരെന്നല്ല, ചില മയ്യത്തിനെ അള്ളാഹു സംരക്ഷിക്കും. നിങ്ങൾ വിശ്വസിക്കേണ്ട. ഇപ്പോൾ പ്രസംഗത്ത് കേൾക്കുന്നൊന്നും ആരും വിശ്വസിക്കലില്ല, കേൾക്കലേ ഉള്ളൂ. നിങ്ങളും വിശ്വസിക്കേണ്ട, പക്ഷെ കേട്ട് തന്നേക്ക്. കാസർഗോഡ് ജില്ലയിൽ ഞാൻ പഠിപ്പിക്കുന്ന ഒരു കുട്ടീൻ്റെ മഹലായത് കൊണ്ടാണ് എനിക്കിത് വിശ്വാസം. 27 കൊല്ലം മുമ്പ് മരണപ്പെട്ടു പോയ ഒരു മനുഷ്യൻ്റെ മയ്യത്ത് അതേപോലെ എന്ന് പറഞ്ഞാൽ ആ കഫന്തുണി ദ്രവിച്ചു, പക്ഷെ മയ്യത്ത് മരവിച്ചിരിക്കുന്നു, ഒന്നും പറ്റിയിട്ടില്ല. ചുക്കിച്ചുളഞ്ഞ് കാരക്ക പോലെയുണ്ട്, പക്ഷേ ഒന്നും പറ്റിയിട്ടില്ല. ഉസ്താദല്ല, തങ്ങളല്ല, വലിയ ഉമറ പ്രമുഖനല്ല, ഒരു നാടൻ. അദ്ദേഹത്തിൻ്റെ ആളുകൾക്ക് പറയാനുള്ള ഒരു ക്വാളിറ്റി എന്താ വെച്ചാൽ, സുബഹി നിസ്കരിക്കാൻ അദ്ദേഹം പള്ളിയിലില്ലാത്തത് ആർക്കും ഓർമ്മയില്ല. സുബഹി നിസ്കാരം നടക്കുമ്പോൾ അദ്ദേഹം പള്ളിയിലില്ലാത്തത് ആർക്കും ഓർമ്മയില്ല. അവർ പറഞ്ഞ വാക്കതാണ്. എന്നും പള്ളിയിൽ ഉണ്ടാകും എന്നുള്ളതല്ല, അയാൾ പള്ളിയിലില്ലാതൊരു സുബഹി ആ മഹലിൽ കണ്ടവരില്ല. ഇമാമിന് അന്ന് ചായക്കടയൊക്കെ കുറവാന്നല്ലോ. നിസ്കാരത്തിന് ശേഷം കുടിക്കാനുള്ള ഒരു കട്ടൻ ചായ ഒരു പാട്ടയിൽ പിടിച്ചുകൊണ്ടാണ് അദ്ദേഹം പള്ളിയിലേക്ക് പോവുക. നിങ്ങൾ വിശ്വസിക്കണ്ടേ? കേട്ടാൽ മതി. കാരണം ഞാനത് വിശ്വസിച്ചിട്ടില്ല, ഇവനോട് ചോദിച്ചതാണ്. കാരണം 100 വാർത്തയിൽ 99.9 മല്ലിയും മസാല ഇട്ട വാർത്തയായിരിക്കും. ഒന്നേ ശരിയാവുന്നുള്ളൂ. പക്ഷെ ഇത് ശരിയാണ് എൻ്റെ ബോധ്യത്തിൽ. ശരിയാന്ന് മാത്രമല്ല, 27 കൊല്ലം മുമ്പ് ഗൾഫിലായതിൻ്റെ പേരിൽ കാണാത്ത മോനെ ഇവർ വിളിച്ചു കൊണ്ടുവന്നു. ആ മഹല്ലുകാർക്ക് അത്യാവശ്യം വിവേകമുള്ളത് കൊണ്ട്, പുതിയ കാലമായതുകൊണ്ട് അതിങ്ങനെ വൈറലാക്കിയില്ല. കാസർഗോഡ് ജില്ലയിൽപ്പെട്ട ഏകദേശം 2021-2022 സമയത്ത്. പക്ഷെ അതൊരത്ഭുതമല്ല. വർഷങ്ങൾക്ക് ശേഷം മദീനയിലെ വെള്ളപ്പൊക്കത്തിൽ ജന്നത്തുൽ ബഖയിലും അല്ലാതെയും ഉള്ള ഖബറുകൾ പുറത്തു വന്നപ്പോൾ ഹദീസുകളിലുണ്ടല്ലോ, ജാബിർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒക്കെ സംഭവത്തിൽ പ്രത്യേകിച്ച് കാണാം. അദ്ദേഹത്തെ അടക്കം ചെയ്ത ഉഹദ് ഷഹീദാണ്, ഉഹദിലെ ശുഹദാക്കളിൽപ്പെട്ട ആളാണ്. അദ്ദേഹത്തെ അടക്കം ചെയ്ത ഖബറിന്റെ മീതെയുള്ള മണ്ണ് നീങ്ങിയിട്ട് മയ്യത്ത് പുറത്തു വന്നപ്പോൾ യുദ്ധത്തിൽ വെട്ടേറ്റപ്പോ ഒലിച്ച ചോര അതേപോലെ. സഹീഹുൽ ബുഖാരി. വിശ്വസിക്കാത്തയാൾ ഈ ദീന്റെ അകത്തുണ്ടാവൂല, പുറത്തായിരിക്കും. ഉഹുദിൽ വെട്ടേറ്റപ്പോ ചീറ്റിയ ചോര അതുപോലെ എന്ന് മാത്രമല്ല, ഇത് മോൻ കണ്ടു. ഇത് കിതാബിൽ ഹദീസ് സമാഹാരത്തിൽ വന്നു. പ്രവാചകൻ അന്ന് കഫൻ തുണി തികയാത്തതിന്റെ പേരിൽ
കാലിൻ്റെയും തലയുടെയും ഭാഗത്ത് തുണി തികയുന്നില്ല. കാല് പുതച്ചാൽ തല പുറത്ത്, തല പുതച്ചാൽ കാല് പുറത്ത്. അപ്പം ഇദ്ഹർ പുല്ല് അത് വെച്ചിട്ടാണ്, ഒരു മദീനയിലെ പുല്ല് വെച്ചിട്ടാണെന്ന് ഖബറടക്കിയത്. ആ പുല്ലിൻ്റെ പച്ചപ്പ് പോലും അതുപോലെ. അപ്പൊ അള്ളാഹിനോട് ദുആ ചെയ്യേണ്ട സംഗതി ഇതിലൊക്കെ പെട്ടു. മരണപ്പെട്ടു കഴിഞ്ഞാൽ മണ്ണ് തിന്നാതെ ബാക്കിയാവുന്ന സംരക്ഷിക്കപ്പെടുന്ന മയ്യത്താകണമേ എന്നുള്ളതാണ്. അതിലൊക്കെ പെട്ടു. അതിൽ ഈമാൻ പെട്ടു, ഇഹ്സാൻ പെട്ടു, തഖ്വ പെട്ടു, ഒക്കെ പെട്ടു. അതിന് നല്ല യോഗ്യത വേണം. അതാണ് ഉടൽ. ഇല്ലാതെ ഉടലിന് പ്രസക്തിയില്ല. ശുജായി, വീണ്ടും ശുജായി. പൊട്ടാ നീ മുൻതുള്ളി പിഞ്ചോരക്കട്ട, പിന്നെ നീ കാട്ടം ചുമന്നോരു കൊട്ട. പെട്ടാലോ ചത്ത ചകമല്ലേ പൊട്ട, പറ നിന്നുടൽക്ക് മഹത്വം പൊട്ട. 4 വട്ടം പൊട്ട പൊട്ട എന്ന് പറഞ്ഞ ശുജായി. അദ്ദേഹത്തിൻ്റെ കൊണ്ട് ഞാൻ പറയാം, കാരണം അത് അദ്ദേഹത്തിൻ്റെ ശിഷ്യരോടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പ്രയോഗമാണ്. പക്ഷെ അതിനേക്കാളും വലിയ സത്യം ഇവിടെ. പൊട്ട നീ മുൻതുള്ളി, നീ ആദ്യം നിന്റെ പിതാവിൻ്റെ ഒരു ബീജതുള്ളിയായിരുന്നു. പിതാവിൻ്റെ ഒരു മനുഷ്യനേറ്റവും സ്പർശിക്കാനോ അനുഭവിക്കാനോ ഒട്ടും ഇഷ്ടപ്പെടാത്ത ഇന്ദ്രിയത്തുള്ളിയായിരുന്നു നീ. ഒരു ഘട്ടത്തിൽ അതാണ്. പിൻതുള്ളി, പൊട്ടാ നീ മുൻതുള്ളി, പിന്നീട് ചോരക്കട്ട, പിന്നീട് നിന്റെ മാതാവിന്റെ ഗർഭാശയത്തിൽ നീ ഒരു സിക്താണ്ഡമായി, ഒരു ഏതസ്കണം, പിന്നെ നീ ഒരു സിക്താണ്ഡമായി, ഒരു മാംസകഷ്ണമായി മാറി. പിന്നെയോ കാട്ടം ചുമന്നോരു കൊട്ട. പിന്നെ നിന്റെ യോഗ്യത നാട്ടുകാരുടെ മുഴുവനും കാഷ്ടം ഒരു സെപ്റ്റിക് ടാങ്കിലെങ്കിൽ നീ തിന്നത് നിന്റെയും ഒരു ടാങ്കിൽ, നീയും ഒരു സെപ്റ്റിക് ടാങ്ക്. അതാണ് ഈ പറയുന്നത്. പിന്നെ നീ കാട്ടം ചുമന്നോരു കൊട്ട. പെട്ടാലോ, ഈ കാട്ടം ചുമന്ന കൊട്ട പിന്നെ പെട്ടാലോ എന്ന് പറഞ്ഞാൽ മരണപ്പെട്ടാൽ, തീപ്പെട്ടാൽ ചത്ത ചകമല്ലേ പൊട്ട. പിന്നെ നീ ഒരു ശവമല്ലേ മനുഷ്യ, എന്തേ ചിന്തിക്കുന്നില്ല? പറ, നീ പറയണം നിന്നുടൽക്ക് മഹത്വം പൊട്ട. നിന്നുടൽക്ക്, നിന്റെ ശരീരത്തിന് മഹത്വം എന്ത് എന്ന് നീ പറ. ഉടൽക്ക് മഹത്വമില്ല, ആത്മാവിനെ മഹത്വമുള്ളൂ. ഉടൽക്ക് മഹത്വമില്ല. അതാണ് ഈ പറയുന്നത്. ഉത്സാരമോർത്താൽ ചുരുക്കുന്നു. ഉറങ്ങാമോ കാഠ മുഖക്കണ്ണടക്കുൽ, നീ നിന്റെ മുഖത്തെ കണ്ണൊന്നടക്കുകയെങ്കിൽ തുറക്കട്ടമാടാ. നീ നിന്റെ മുഖത്തെ കണ്ണടക്കുമ്പോ അപ്പൊ തുറക്കും. എന്ത് തുറക്കുമെന്നറിയുമോ? നിന്റെ ഹൃദയം തുറക്കും. പൂട്ടിട്ട പഞ്ചപ്പിൽ, അള്ളാഹു പൂട്ടിക്കളഞ്ഞ നിന്റെ പഞ്ചപ്പാകുന്ന നിന്റെ ഹൃദയത്തിനകത്ത് മുത്തുണ്ടു കാടാ. അതിനകത്താണ് മുത്തുള്ളത്, അതിനകത്താണ് വജ്രമുള്ളത്, അതിനകത്താണ് ഗോമേധകമുള്ളത്, വൈഢൂര്യമുള്ളത്, അതിനകത്താണ് സ്ഫടികമുള്ളത്, രത്നമുള്ളത്, അതിനകത്താണ് മൂല്യമുള്ളതുള്ളത്. ഹൃദയത്തിനകത്ത്, ആത്മാവിനകത്ത്. അതിനെ കണ്ടെത്താനാണ് മജ്ലിസുൻ നൂർ. അത് കണ്ടെത്താനാണ് പരിശുദ്ധ ഇസ്ലാം. നമ്മൾ യാഥാർത്ഥ്യം ചിന്തിച്ചാൽ ദീന് മുഴുവനും വളരെ ശരിയാണ്. ഞാൻ ആ ഭാഗം തന്നെ ദീർഘിപ്പിക്കുകയല്ല. മരണത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടൊരു കാര്യം, മരണത്തെക്കുറിച്ച് പറഞ്ഞതുകൊണ്ടൊരു കാര്യം. അള്ളാഹു നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ. ഇവിടെ ഇരിക്കുമ്പോൾ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോരാ നമ്മൾ ഓർക്കണം. ഞാൻ എൻ്റെ ഇവിടെ ഈ നാട്ടിലേക്കാണ് വരുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം ചിന്തിച്ചത് ഇവിടെ പുഴിത്തല, അവിടുത്തെ ആൾക്കാർ കുറച്ചുണ്ട് ഇവിടെ. എൻ്റെ ഉപ്പ കാലങ്ങളോളം, ഒരുപാട് കാലം, കൊല്ലങ്ങളോളം എല്ലാ റമദാൻ 25 അവിടെ വയത് പറയലുണ്ട്, ദുആ ചെയ്യലുണ്ട്. ഉപ്പ മരണപ്പെട്ട് ഇപ്പം 5 മാസമായി. അള്ളാഹു എൻ്റെ ഉപ്പാക്ക് മഗ്ഫിറത്തും മർഹമത്തും കൊടുക്കട്ടെ. ഞാൻ എൻ്റെ വാപ്പയെ ഓർക്കുന്നത് നിങ്ങളൊക്കെ നിങ്ങളുടെ മരണപ്പെട്ട ഉമ്മയെ, വാപ്പയെ, ഉപ്പാപ്പയെ, ഉമ്മാമയെ, കുടുംബക്കാരെ ഓർക്കാനാണ്. മരണപ്പെട്ടവരുടെ മരണപ്പെടാത്തവരാണ് നമ്മൾ. മരണപ്പെട്ടു പോയവരുടെ മരണപ്പെടാത്തവരാണ് നമ്മൾ. അള്ളാഹു അവരോടൊപ്പം നമ്മളെയും സ്വർഗത്തിൽ അള്ളാഹു അണയിപ്പിച്ച് തരണേ തമ്പുരാനെ. എന്താണെന്നറിയോ? മുമ്പൊക്കെ മരണവും അനന്തര ജീവിതവും എന്ന് പറഞ്ഞാൽ വയലിൻ്റെ വിഷയമല്ലേ. ഇന്നത്തെ കാലത്തെ മരണവും അനന്തര ജീവിതവും വയലിൻ്റെ വിഷയമല്ല. ഞാൻ വെറുതെ ഒരു സന്ദർഭത്തോട് യോജിക്കാത്ത പറയല്ല. ഞാൻ
മരണവും മരിച്ചാലൊരു മനുഷ്യൻ എന്ത് എന്നൊക്കെ ഉള്ളതെന്ന് സയൻസിൻ്റെ കൂടി വിഷയമാണ്. തനാട്ടോളജി എന്ന് പറയും. തനാട്ടോളജി സയൻസ്, ബ്രാഞ്ച് ഓഫ് സയൻസാണ്. ആത്മാവ്, മരണം ഒക്കെയാണ് വിഷയം. ചില ആളുകൾക്ക് ഇത് പഴയത് പറയുമ്പോൾ ഇത് അതൊക്കെ എന്തെന്ന് തോന്നും. ഞാൻ എൻ്റെ പ്രസംഗം കൊഴുപ്പിക്കാനുള്ള, പക്ഷെ ഒരാൾക്ക് ഇതൊരു സത്യമാണെന്ന് തോന്നണമല്ലോ. എനിക്ക് വലിയ കൗതുകം ഉണ്ടായ ഒരു കാര്യം ഞാൻ ഇവിടെ പറയാം. മരിക്കുന്ന മനുഷ്യൻ, തനാട്ടോളജി 10,000, 5,000, 15,000 ഒക്കെ മരണമുനമ്പിൽ നിന്ന് രക്ഷപ്പെട്ടവരുമായി നടത്തിയ സംഭാഷണത്തിൻ്റെയും അവരുമായി നടത്തിയ ഇൻ്റർവ്യൂസിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ വികസിച്ച് വന്ന ഒരു 90% ശാസ്ത്രലോകം അംഗീകരിക്കുന്ന ഒരു നിഗമനമാണ്. മറ്റ് ശാസ്ത്രങ്ങളൊക്കെ 99.9 എന്നൊക്കെ പറയാം. പക്ഷെ ഇതിൽ ഇവർ പറയുന്നത് എന്താ അറിയോ? ഒരു മരിക്കുന്ന മനുഷ്യൻ അനുഭവിക്കുന്നതിൽ 4% മാത്രമാണ് ജീവിച്ചിരിക്കുന്ന മനുഷ്യർ. 96% ആളുകളും നേരത്തെ മരണപ്പെട്ടു പോയ മനുഷ്യന്മാരാണ്. ഞാൻ ഒരു സാമ്പിളിന് ഇതൊരു നിങ്ങൾ ഒരു അങ്ങനെ തന്നെ കൂട്ടിയാൽ മതി. എൻ്റെ ഫോണിലുള്ള ഒരു പുസ്തകം ഞാൻ കാണിച്ചു തരാം. ഇതാണ് ലൈഫ് ആഫ്റ്റർ ലൈഫ്. ഈ പുസ്തകത്തിൻ്റെ ചട്ടമേൽ എന്താണെന്ന് എഴുതിയത്? ഓവർ 13 മില്യൺ കോപ്പി സോൾഡ്. 13 മില്യൺ പുസ്തകങ്ങൾ വിറ്റഴിഞ്ഞു. റൈമണ്ട് എ മോഡി. 13 മില്യൺ എന്ന് പറഞ്ഞാൽ 130 ലക്ഷം കോപ്പികൾ വിറ്റുപോയി. വേറൊരു പുസ്തകം എവിഡൻസ് ഓഫ് ദ ആഫ്റ്റർ ലൈഫ്. ലൈഫ് ആഫ്റ്റർ ലൈഫ് എന്ന് പറഞ്ഞാൽ പാരത്രിക ജീവിതം എന്നാണ് അർത്ഥം. എവിഡൻസ് ഓഫ് ദ ആഫ്റ്റർ ലൈഫ് എന്ന് പറഞ്ഞാൽ പരലോക ജീവിതത്തിൻ്റെ തെളിവുകൾ. ജെഫ്രി ലോങ് ആൻഡ് MD വിത്ത് പോൾ പെറി. അതും മില്യൺ കണക്കിന് കോപ്പികൾ വിറ്റുപോയി. മൈ ഡീസൻറ്റ് ഇൻ ടു ദ ഡെത്ത്. എൻ്റെ മരണാനുഭവം, മരണത്തിലേക്കുള്ള അവരോഹണം. ഒരുപാട് പുസ്തകങ്ങൾ, ഞാൻ ആ ഭാഗം നേരം കളയുന്നില്ല. 100 പുസ്തകങ്ങൾ ഒക്കെ നമുക്ക് തന്നെ ജസ്റ്റ് വായിച്ചു പോകാൻ പറ്റുന്ന പുസ്തകങ്ങളാണ്. അതിലൊക്കെ പറയുന്നത്, അതിൻ്റെ ഒരു കോമൺ തീമാണ് ഞാൻ പറയുന്നത്. അപ്പം മരിക്കുന്ന ആളുകൾ അനുഭവം പറയാൻ തിരിച്ചു വരുമോയെന്ന് വെച്ചാൽ, അള്ളാഹു ഒരു ഏകദേശം അടയാളങ്ങൾ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വെച്ച് തരും. 100% ബോധ്യപ്പെടുത്തി തരില്ല. അപ്പം പിന്നെ ഈ വിശ്വാസത്തിനൊന്നും പ്രസക്തി ഇല്ലല്ലോ. റൂഹ് തൊണ്ടക്കുഴിയിലെത്തിയാൽ പിന്നെ തൗബ ഇല്ല എന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്താ? റൂഹ് തൊണ്ടക്കുഴിയിലെത്തുക എന്ന് പറഞ്ഞാൽ ബ്രെയിൻ ഡെത്ത് സംഭവിച്ചു, ശ്വാസം മാത്രം ബാക്കിയുണ്ട്. ആ സമയത്ത് മറ്റൊരു ലോകത്തായിരിക്കും നമ്മൾ. അതൊക്കെ ഇതിൽ പറയുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് ബോധ്യമായി അസ്രായേലിനെ കാണുകയാണ്. അപ്പം പിന്നെ അസ്തഗ്ഫിറുല്ലാഹ് അല്ലാതെ ചിന്തിച്ചിട്ട് കാര്യമില്ല. കാരണം ബോധ്യമായി. ഫഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. ബോധ്യമാവുന്നത് വരെ നിന്റെ നാഥനെ ഇബാദത്ത് ചെയ്യൂ എന്നാണ് ഖുർആൻ പറയുന്നത്. അപ്പോൾ അള്ളാഹു ബോധ്യപ്പെടുത്തി തരില്ല. ഏകദേശം ഇതാണ് ശരി, ഇങ്ങനെയാണല്ലോ എന്നുള്ള ഒരു നിഗമനം നമ്മുടെ മുമ്പിൽ ഇട്ട് തരികയുള്ളൂ. അതാണ് ദുനിയാവിൻ്റെ ഒരു ഘടന. ഇതിൽ തന്നെ ബോധ്യം വന്നാൽ പിന്നെ ആഖിറത്തിന് പ്രസക്തിയില്ല. ഇതിൽ നമ്മൾ ഈ സക്കറാത്ത് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ. സക്കറാത്ത് എന്ന് പറഞ്ഞാൽ പൊതുവേ നമ്മുടെ ഒരു പ്രയോഗമാണ്. ഇവരുടെ ഭാഷയിൽ തനാട്ടോളജിക്കൽ ടേം നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എന്ന് പറയും. നിയർ ഡെത്ത് എക്സ്പീരിയൻസ് പറഞ്ഞാൽ മരണത്തിൻ്റെ തൊട്ട് മുമ്പുള്ള അനുഭവങ്ങൾ. ഇതൊക്കെ വളരെ കറക്റ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1400 കൊല്ലം മുമ്പ് പ്രവാചകൻ മരണത്തിൻ്റെ ഘട്ടം എണ്ണിയ ഒരു ഹദീസ്, മുത്തഫഖുൻ അലൈഹി ആയ ഹദീസാണ്. മനുഷ്യൻ്റെ കാലിൻ്റെ പെരുവിരലിൽ നിന്നാണ് റൂഹിനെ പിടിക്കാൻ തുടങ്ങുക. പിന്നെ അത് കാലിൻ്റെ ഭാഗം കഴിഞ്ഞു അടിപ്പള്ളയിൽ വരും, പിന്നെ നെഞ്ചത്തേക്ക് വരും, പിന്നെ ശ്വാസത്തെ മരിപ്പിക്കുന്നതിന് മുമ്പ് മരണത്തിൻ്റെ മലക്ക് തലച്ചോറിലേക്ക് പോകും. അങ്ങനെ മനുഷ്യൻ്റെ തലച്ചോറ് മരിക്കും, പിന്നെയാണ് ശ്വാസം മരിക്കുക എന്ന് മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തേത് കുട്ടിക്കാണ് അറിയാത്തത്? ബ്രെയിൻ ഡെത്താണ് ആദ്യം സംഭവിക്കുന്നത്. ആദ്യം തലച്ചോറാണ് മരിക്കുന്നത്, പിന്നെയാണ് ശ്വാസം മരിക്കുന്നത്, ഹൃദയം മരിക്കുന്നത് എന്ന് ആർക്കും അറിയാൻ പറ്റാത്തത്? അപ്പോൾ അവയവദാനമൊക്കെ ഉണ്ടല്ലോ. അവയവദാനത്തിൻ്റെ മസാലല്ല ഞാൻ പറയുന്നത്. സ്വകാര്യ ആശുപത്രിയിലൊക്കെ അഡ്മിറ്റ് ചെയ്യപ്പെട്ടാൽ അല്ലെങ്കിൽ മറ്റിടത്തും ക്രിട്ടിക്കൽ ICUയിലൊക്കെ രോഗി കിടക്കുമ്പോൾ ഏതായാലും മരിക്കുമെന്ന് ഏകദേശം ക്ലിനിക്കലി ഡെഡ് എന്നവർ പറയുന്ന ബ്രെയിൻ ഡെത്ത് സംഭവിച്ച സ്റ്റേജിലാകുമ്പോൾ ഇവർ വന്നിട്ട് നമ്മളോട് ചോദിക്കും, ഈ അവയവം ഡൊണേറ്റ് ചെയ്യാൻ തയ്യാറുണ്ടോ? കാരണം എന്തേ? ആ സമയം ഇനി തിരിച്ചു വരില്ല എന്ന് അവർ തീരുമാനിച്ചതാണ്. പക്ഷേ അത്ഭുതം അതല്ല. ഒരാൾക്ക് ബ്രെയിൻ ഡെത്ത് സംഭവിച്ചാൽ, തലച്ചോറ് മരിച്ചു പോയാൽ, ഗൗരവത്തിൽ ആലോചിക്കണം, തലച്ചോറ് മരിച്ചു പോയാൽ
പിന്നീട് വെന്റിലേഷൻ ചെയ്തിട്ടൊക്കെ ആളുകൾ ബാക്കിയാകുന്നുണ്ടല്ലോ. ശ്വാസം ഇങ്ങനെ കഴിയുന്നുണ്ട്, സപ്പോർട്ടീവായി ഓക്സിജൻ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ എല്ലാവർക്കും വരുന്ന സംഗതികളാണ് ഞാൻ ഈ പറയുന്നത്, ഏതോ കാര്യങ്ങളല്ല. ആ സമയത്ത് നമ്മളൊരു നിമിഷം ആലോചിക്കണം, തലച്ചോറ് മരിച്ചു കഴിഞ്ഞ ഒരു മനുഷ്യന് പിന്നെ നമ്മുടെ വിഷയമായിട്ട് മറ്റൊരു ബന്ധം കൂടിയതിനുണ്ട്, പിന്നെ എങ്ങനെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ കഴിയുക? അപ്പൊ തലച്ചോറ് മരണപ്പെട്ട ഒരു മനുഷ്യന് പിന്നെ എങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയും? കുറച്ചുകൂടി പറഞ്ഞ തങ്ങൾ ഉദ്ഘാടനവും ദുആ ഒന്നിച്ചാക്കാമെന്നാണ് പറയാൻ കഴിയുക. തലച്ചോറ് പോയല്ലോ, ഓർമ്മ പോയല്ലോ. ഓർമ്മ പോയൊരു മനുഷ്യന് പിന്നെ എങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയും? എങ്ങനെ പറയാൻ കഴിയും? അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്, ലക്കിനു മൂത്താക്കും കൗല ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഹദീസിൽ വന്നല്ലോ. ഒരാൾ മരിക്കാൻ കിടക്കുകയാണെങ്കിൽ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു കൊടുക്കണം. കാരണം എന്താ? ബ്രെയിൻ മരിച്ചിരിക്കുന്നു, കേട്ട വയത് മറന്നുപോയി, മനഃപ്പാടമാക്കിയ പ്രസംഗങ്ങൾ മറന്നുപോയി, വായിച്ച പുസ്തകങ്ങൾ മറന്നുപോയി, അല്ലാഹു അല്ലാതെ ആരാധനയില്ല എന്നുള്ളത് മറന്നുപോയി. ഇതൊക്കെ പ്രാക്ടിക്കലായ സംഗതികളാണ്, അല്ലെങ്കിൽ വെറുതെ ഒരു കേവല സങ്കല്പമല്ല. നമ്മൾ മൂക്കി രണ്ടും പൊത്തിപ്പിടിച്ചിട്ട് 30 സെക്കൻഡ് ശ്വാസം എടുക്കാതെ ബ്രീത്തിങ് പോസ് ചെയ്തോക്ക്, എന്ത് വയല ഓർമ്മ ഉണ്ടാവുക? ഇവിടെ ശ്വാസം മുട്ടി നിൽക്കുകയാണ്, അപ്പോഴാണ് പിന്നെ വയല പഠിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ് ആർക്ക് ഓർമ്മ ഉണ്ടാവും? അതൊരു മാക്സിമം എൻഡിലാകുമ്പം ബ്രെയിൻ പോയി. അറ്റാക്കായ രോഗിയെ ആശുപത്രിയിൽ എത്തിച്ചിട്ട് വെന്റിലേഷൻ കൊടുത്തിട്ട് ഏകദേശം ശ്വാസം നേരെയാകുമ്പോൾ ഡോക്ടർമാർ ഈ ബൈസ്റ്റാൻഡേഴ്സിനെ വിളിക്കുമല്ലോ. എന്നിട്ട് ചിലപ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ കുറച്ച് ലേറ്റായി, കുഴപ്പമൊന്നുമില്ല, ശ്വാസം എടുക്കാൻ പറ്റുന്നുണ്ട്, ഇപ്പോൾ സിലിണ്ടറിലാണ്, നമുക്ക് നാളെ നോക്കാം, അല്ല 2 ദിവസം കഴിഞ്ഞിട്ട് നോക്കാം, വാർഡിലേക്ക് മാറ്റാൻ പറ്റുമെന്ന്. പക്ഷെ ഒരു കാര്യമുണ്ട്, കുറച്ച് ലേറ്റ് ആയത് കൊണ്ട് ഇനി ഓർമ്മ ഉണ്ടാകണമെന്നില്ല കേട്ടോ. അത് പറയും, ഓർമ്മ ബ്രെയിൻ പോവാണ്, ഓർമ്മയില്ലേ പിന്നെ എന്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ്? അവിടെയാണ് സുന്നത്തെ ജമാഅത്ത്. ഇത് വെറുതെ അല്ല. എന്താണെന്നറിയോ? ഒരാൾ വന്ന് പറഞ്ഞു കൊടുക്കേണ്ടി വരും. തൽക്കീൻ എന്ന് പറഞ്ഞാൽ ഓർമ്മപ്പെടുത്തൽ എന്നല്ല. ഉമ്മ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറ, ഒന്ന് പറഞ്ഞു തരൂ. ഒരാൾ ഒന്ന് പറഞ്ഞു കൊടുക്കേണ്ടി വരും. മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ മുമ്പിൽ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു കൊടുക്കണമെന്നാണ് അവിടെ നിന്ന് നമ്മളെ പഠിപ്പിച്ചത്. സ്വയം ഓർമ്മയുണ്ടാവില്ല. 2 നിലക്കേ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് മരിക്കാൻ പറ്റൂ. 2 നിലകളിൽ. ഒന്നുകിൽ നിരന്തരം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് ശീലിച്ച കെട്ടഴിഞ്ഞ നാവാണെങ്കിൽ നമ്മൾ അറിയാതെ പറഞ്ഞു പോകും ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലെങ്കിൽ ഒരാൾ വന്ന് പറഞ്ഞു തരണം. കുഞ്ഞുനാള് മുതലേ എല്ലാ ഉർദിയിലും കേട്ട ഏത് സാധാരണക്കാരനും സാധാരണക്കാരിക്കും മനഃപ്പാടമുള്ള ഒരു ഹദീസ്. എന്താ ഹദീസ്? മൻ കാന ആഖിറു ഖൗലിഹി ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ആർക്കാണ് അറിയാത്തത്? ഏറ്റവും അവസാനം ആരാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ, ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് മരണപ്പെട്ടാൽ അവൻ സ്വർഗത്തിലെത്തിയതല്ലേ നമ്മൾ ആ ഹദീസിന് കൊടുക്കുന്ന മാന. പക്ഷേ ഒറ്റ നിമിഷം ഗൗരവത്തിൽ ആലോചിക്കേണ്ട ഒരു സംഗതിയുണ്ട്. ആ ഹദീസ് ഇതാണ്, മൻ കാന ആഖിറു ഖൗലിഹി ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ആ ഹദീസിന്റെ അർത്ഥം ഇതാണ്, ആരുടെ സംസാരങ്ങളിൽ നിന്ന് അവസാനത്തെ സംസാരം ആരുടേതാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായത് അവൻ സ്വർഗത്തിൽ കടന്നു. ഗൗരവത്തിൽ ചിന്തിക്കണേ. ജീവിതത്തിന്റെ അവസാനം റൂഹ് പിരിയുന്ന നേരത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ കടന്നു എന്നല്ല മുത്തുനബി പറഞ്ഞത്. കാരണം ഇത് മുത്തുനബിയാണ്, വഹി കൊണ്ട് സംസാരിക്കുന്ന നബിയാണ്, തോന്നിയത് പറയുന്ന നബിയല്ല. പ്രകൃതിയോട് അല്ലെങ്കിൽ മനുഷ്യന്റെ മരണവുമായി ബന്ധപ്പെട്ട യാഥാർത്ഥ്യങ്ങളോട് നിരക്കുന്ന കാര്യം പറയണം. ബ്രെയിൻ ഡെത്ത് സംഭവിച്ച ഒരാൾക്ക് സ്വമേധയാ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയില്ല. കാലിന്റെ പെരുവിരലിൽ നിന്ന് റൂഹിനെ പഠിക്കാൻ തുടങ്ങി, അടിങ്കാലിൽ നിന്ന് അല്ലെങ്കിൽ പിന്നീട് തൊടയിലേക്ക് വന്ന്, അടിപ്പള്ളയിൽ വന്ന്, പിന്നീട് നെഞ്ചത്തേക്ക് വന്ന്, ശ്വാസം മരിപ്പിക്കുന്നതിന് മുമ്പ് ബ്രെയിനിലേക്ക് പോയി, ദിമാഗിലേക്ക് പോയി, മസ്തിഷ്കം മരിച്ചതിന് ശേഷമാണ് ഹൃദയം മരിക്കുക എന്ന് 1400 കൊല്ലം മുമ്പ് ആധുനിക
സയൻസിനോട് യോജിക്കുന്ന ഒരു പ്രസ്താവന നടത്താൻ പറ്റിയ ഒരു മനുഷ്യൻ അവസാനത്തെ സംസാരം ആരാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞത് ആ മനുഷ്യൻ സ്വർഗത്തിൽ കടന്നു എന്ന് പറയില്ല. കാരണം അങ്ങനെ പറയാൻ കഴിയില്ല. മറിച്ച് എന്തേ പറഞ്ഞതെന്നറിയുമോ? മൻ ആരാണോ കാന ആയിരിക്കുന്നു ആഖിറു ഖൗലിഹി ആ മനുഷ്യന്റെ ഒടുവിലെ സംസാരം ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള പ്രസ്താവനയായിരിക്കുന്നു, അവൻ സ്വർഗത്തിൽ കടന്നു. എന്താണ് പറയലും ആവലും തമ്മിലുള്ള വ്യത്യാസം? ചിലപ്പോൾ ഇത് സാധാരണക്കാർക്ക് ഞാൻ പറയുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവില്ല. ഇയാളെന്താ തേങ്ങയാണ് ഈ പറയുന്നത് ചിന്തിക്കുന്നുണ്ടാവും. ഞാൻ ലളിതമായിട്ട് പറഞ്ഞുതരാം. രാവിലെ തേങ്ങ എടുക്കാൻ പറമ്പിലേക്ക് കയറുകയാണ് നമ്മൾ. അടക്ക പെറുക്കാൻ കയറുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം പറമ്പിൽ നിന്ന് എടുക്കാൻ കയറുകയാണ്. നമ്മൾ ഒരിക്കലും ചെരുപ്പിട്ടിട്ടില്ല എന്ന് കൂട്ടിക്കോ, അല്ലെ ചെരുപ്പിട്ടുണ്ട് എന്ന് കൂട്ടിക്കോ. നമ്മൾ പറമ്പിലേക്ക് കയറുമ്പോൾ നമ്മുടെ കാലിൽ വിരലിൽ ഒരു കല്ല് കൊണ്ടു, അല്ലെങ്കിൽ ഒരു കുപ്പിച്ചുകൾ കൊണ്ടു, അല്ലെങ്കിൽ ഒരു കമ്പ് തട്ടി നല്ല വേദനയുണ്ടായി. അപ്പം നമ്മൾ പല ഒച്ചയുണ്ടാക്കും. എന്തൊക്കെയാണ് ഒച്ച? അല്ലോ, ഇതൊക്കെ ഒരു മാന്യമായ ഒച്ചകളാണ്. ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? ഞാൻ ഇവിടെ പറയുന്നില്ല, തങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. മനുഷ്യൻ്റെ ഔറത്തിൻ്റെ പേരും പറയും. ഏത് ഡേഷാണ് ഇത് കൊണ്ടിട്ടത്, അല്ലെ എന്ത് ഡേഷാണ് രാവിലെ തന്നെ ആടൊക്കെ ആ വാക്ക് വെച്ചു കൊടുക്കുക. പലതും പറയും. പക്ഷേ നമ്മൾ പറമ്പിലേക്ക് തേങ്ങ പെറുക്കാൻ പോകുമ്പോൾ, അടക്ക പെറുക്കാൻ പോകുമ്പോൾ ആരെങ്കിലും നീയത്ത് വെച്ചിരുന്നോ? എൻ്റെ കാലുമ്മൽ കുപ്പിച്ചുകൾ തറച്ചാൽ, കല്ല് കൊണ്ടാൽ ഞാൻ അള്ളാ എന്നാണ് പറയാ, ഞാൻ ഉമ്മോ എന്നാണ് പറയാ, ഞാൻ എൻ്റെ ഉമ്മോ എന്നാണ് പറയാ, അല്ലെ ഞാൻ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും പാവാടയുടെയോ പാൻറ്റിൻ്റെയോ ഉള്ളിലുള്ള സാധനത്തിൻ്റെ പേരാണ് പറയാ എന്നാരെങ്കിലും നീയത്ത് വെച്ചിട്ടാണോ പറമ്പിലേക്ക് പോയത്? അല്ല. മറിച്ച് പെടുന്നതിനൊരു അപകടം പിണഞ്ഞപ്പോൾ നമ്മൾ അറിയാതെ പറഞ്ഞു പോയതാണ്. അതിനാണ് കാനാന്ന് പറയാം. ഒരു മനുഷ്യൻ അഭിമുഖീകരിക്കാൻ പോകുന്നതിൽ വെച്ച് ഏറ്റവും വലിയ വിപത്താണ്, ഏറ്റവും വലിയ മുസീബത്താണ്, ഏറ്റവും വലിയ അപകടമാണ് ലിഖാഉ അസ്റായീൽ. അസ്റായീൽ അലൈഹിസ്സലാമിനെ കണ്ടുമുട്ടൽ. നമ്മൾ കാറെടുത്ത് വരുമ്പോൾ, ബൈക്കെടുത്ത് പോകുമ്പോൾ വിചാരിക്കുന്നുണ്ടോ മറ്റേ കാറിന് മുട്ടുമെന്ന്, മറ്റേ ബൈക്കിന് ഒരയെന്ന്, മിറം കൂട്ടിമുട്ടെന്ന് വിചാരിക്കുന്നില്ല. പെട്ടെന്ന് മുട്ടിയതാണ്. അതേപോലെ ഓടുന്ന ഓട്ടത്തിനിടയിൽ, ചാടുന്ന ചാട്ടത്തിനിടയിൽ എപ്പോഴാന്ന് പറയാൻ കഴിയില്ല. നമ്മൾ നേരത്തെ ഷുജായിനെ കൊണ്ട് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. ഷുജായിൻ്റെ ഇപ്പുറത്തുള്ള സൂഫിയൻ സ്വാമിയാണല്ലോ. ഇന്നലെയോളം എന്തെന്നറിയില്ല, ഇനി നാളെയും എന്തെന്നറിയില്ല, ഇന്നിക്കാണും തടിക്കൂ വിനാശവും എന്ന രൂപത്തിലും എന്നതും അറിവീല, കണ്ടുകണ്ടങ്ങിരിക്കും മനുഷ്യനെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ, 2-3 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ, മാളികാ മുകളേറിയ മന്നന്റെ തോളിൽ മാർഹാപ്പ് കയറ്റുന്നതും ഭവാൻ. 2-3 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. ഒരു പനി വന്നതാണ്, ഒരു നീരെടുക്കാൻ കൊടുത്തയച്ചാണ് മംഗലാപുരത്തേക്ക്, തിരുവനന്തപുരത്തേക്ക്. 14 ദിവസം കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നു. രോഗത്തിൻ്റെ പേര് പിന്നെ മലയാളത്തിലല്ല, ഇംഗ്ലീഷിലാണ്. അത്രയാണ്. ഇപ്പം എന്തേ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ലിഖാഉ അസ്റായീലാണ് ഏറ്റവും വലിയ മുസീബത്ത്. ആ അപകടസന്ധിയിൽ അറിയാതെ പറഞ്ഞു പോകണം. മൻ കാന ആഖിറു ഖൗലിഹി. കാലിൻ്റെ അടിയിൽ കുപ്പിച്ചുകൾ വന്നപ്പോൾ അറിയാതെ പറഞ്ഞു പോയി അല്ലോ. നമ്മുടെ കാല് കൊണ്ടുപോയി ഏതെങ്കിലും പാറക്കൂട്ടത്തിന് തട്ടിയപ്പോ നമ്മൾ അറിയാതെ പറഞ്ഞു പോയി അല്ലോ. നമ്മളറിയാതെ നമ്മുടെ കൈ സ്ഥിരപ്പെട്ടിയിൽ തട്ടിപ്പോയി ചൂടായപ്പോ അറിയാതെ നാവിൽ നിന്ന് വന്നു പോയി അല്ലാ. നല്ല ചൂടുള്ള ഒരു കപ്പ നമ്മൾ വായയിൽ കൊണ്ടുപോയി വെച്ചു. ഇറക്കാനും വയ്യ, തുപ്പാനും വയ്യ. ആ ചൂട് താങ്ങാൻ കഴിയാതെ പറഞ്ഞു പോയി നമ്മൾ. അല്ലേ, അറിയാതെ പറഞ്ഞു പോയതാണ്. ഇങ്ങനെ മരണത്തിന്റെ മുനമ്പിലെത്തുമ്പോ ഉണ്ടാക്കിയ ശബ്ദത്തിൽ വെച്ച് പല ശബ്ദവും ഉണ്ടാക്കും. പല ശബ്ദവും നമ്മൾ ഉണ്ടാക്കും, കൂടെയുള്ളവരെ കേട്ടാലും ഇല്ലെങ്കിലും പല ശബ്ദങ്ങളും നമ്മൾ ഉണ്ടാക്കും. എന്നെ വിടൂ എന്ന് പറയും, നീട്ടിത്തരൂ എന്ന് പറയും. നമ്മൾ ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? അള്ളാഹു തന്നെ പറഞ്ഞില്ലേ, കുറച്ചു നേരം കൂടി എനിക്ക് നീ സാവകാശം തന്നാൽ, റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് ലഅസദ്ദൻ ഇലാ അജലിൻ ഖരീബ്. സ്വൽപ്പസമയത്തേക്ക് നീ എൻ്റെ ആയുസിൻ്റെ അവധി നീട്ടിത്തന്നാൽ ഞാൻ നിന്നെ നേരാക്കാം.
ഞാൻ നല്ലവനായിക്കൊള്ളാം എന്നവൻ പറയുമെന്ന് ഖുർആൻ അസന്നിഗ്ധമായി പറഞ്ഞിട്ടും നമ്മളൊരാളും ഇന്നേവരെ കേട്ടില്ല ഖുർആൻ എന്തേ കള്ളം പറയുകയാണോ? ഹദീസിലാണെങ്കിൽ ഹദീസ് നിഷേധികളുണ്ട് കേരളത്തിൽ. ഉലമാക്കളുടെ കൗലിനെ തള്ളുന്ന പുത്തൻവാദികളുണ്ട് നമ്മുടെ നാട്ടിൽ. പക്ഷെ അറിയപ്പെട്ടിടത്തോളം ഖുർആൻ തള്ളുന്നവർ ഇതുവരെ വന്നില്ല, നാളെ വന്നേക്കാം. പക്ഷേ ഈ ഖുർആനിലുണ്ടല്ലോ, സ്വൽപ്പം നീട്ടിത്തന്നാൽ ഞാൻ നന്നാകാമെന്ന് ഏത് മനുഷ്യനും പറയുമെന്ന്, ഏത് പാപിയും പറയുമെന്ന്. പക്ഷേ നമ്മൾ ഇന്നേവരെ നമ്മുടെ വിശ്വാസപ്രകാരം അവിശ്വാസത്തോടെ മരിക്കുന്ന ഒരാളും അങ്ങനെ പറയുന്നത് കേട്ടിട്ടില്ല. അപ്പൊ അവരുള്ള ലോകം വേറെയാണ്, നമ്മളുള്ള ലോകം വേറെയാണ്. അവര് പറയും, നമ്മൾ കേൾക്കില്ല. അവരുടെ വിലാപങ്ങൾ നമ്മൾ കാണില്ല. അവര് പറയുന്നുണ്ട്, പല ശബ്ദങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. ഈ മരിച്ചു കിടക്കുന്ന മനുഷ്യന്റെ മയ്യത്ത് നോക്കുമ്പോൾ പോലും അത് തിരിച്ചറിയാൻ പറ്റും. നല്ല മയ്യത്തിന്റെ അടയാളം എണ്ണിയടുത്ത് സൂഫിയാക്കൾ പറയുന്നൊരു കാര്യമുണ്ടല്ലോ, ആർക്കോ സ്വാഗതം പറയുന്ന പോലെ പാതി വർത്തമാനം പറഞ്ഞ് മുറിഞ്ഞ പോലെ ചിരിക്കുന്ന മുഖമുണ്ടാകും. കേവലം ചിരിക്കുന്ന മുഖമല്ല. അസ്സലാമു അലൈക്കും എന്നുള്ളതിന് വഅലൈക്കും അസ്സലാം എന്ന് പറയുന്ന മുഖം. സുഖമല്ലേ എന്ന് ചോദിക്കുമ്പോ അൽഹംദുലില്ലാ എന്ന് പറയുന്ന മുഖം. നീ വാ എന്ന് പറയുമ്പോ ഞാനിതാന്ന് പ്രത്യഭിവാദ്യം ചെയ്യുന്ന മുഖം. നേതാവ് വന്നതാണ്, അസ്റഫുൽ ഖൽക്ക് വന്ന് വിളിച്ചു കൊണ്ടുപോകുന്നതാണ്, ഓസുല്ലാദം വന്ന് വിളിച്ചു കൊണ്ടുപോകുന്നതാണ്, മശായിഖന്മാരിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കുന്നതാണ്. അപ്പൊ ഞാനുമിതാ എന്ന് പറഞ്ഞ് പിന്നാലെ പോകുമ്പോ പാതി മുറിഞ്ഞ വാക്കുകളിൽ ചാലിച്ച ചിരി ചുണ്ടിൽ ബാക്കിയായ പോലെ, എന്തോ സ്വപ്നം കണ്ട് കിടന്നുറങ്ങുമ്പോ ചിരിക്കുന്ന പോലെയുള്ള മുഖങ്ങൾ മറുപടി കൊടുത്തതാണ്. വേറെ ചില മുഖങ്ങൾ വലിഞ്ഞു മുറുകിയ മുഖം, ഭീതിതമായ മുഖം, കണ്ട് ബേജാറായി പോയ മുഖം, എന്നെ പിടിക്കല്ലേ നാശമെന്ന് പറഞ്ഞ് പാതി മുറിഞ്ഞുപോയ ചുണ്ടുകൾ, വലിഞ്ഞു മുറുകിയ മുഖഭാവം, അങ്ങനെയും ഉണ്ടാകും. ഈ അവസാനം ഇദ്ദേഹമുണ്ടാക്കിയ, ഇവളുണ്ടാക്കി ഇവനുണ്ടാക്കിയ ശബ്ദം, ഇവനുണ്ടാക്കി ഇവളുണ്ടാക്കിയ സംസാരം, ആരുടെ സംസാരമാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായത്? അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്ക് പൊന്നിന്റെ വാക്കാണ്. മൻ കാന ആഖിറു ഖൗലിഹി, ആരുടെ കൗലിന്റെ ഒടുവിലെ കൗലാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായത്, ദഖലൽ ജന്ന, ആകണം. അതാകണമെങ്കിൽ എന്ത് വേണം? 24 മണിക്കൂറും പച്ചത്തെറി പറഞ്ഞുകൊണ്ട് നടക്കുന്ന മനുഷ്യൻ, യമൂത്തുൽ ഇൻസാനു അലാ മാ ആശ, എങ്ങനെയാണോ ജീവിക്കുന്നത് അതുപോലെയാണ് മരിക്കുക. വബുഇസൽ ഇൻസാനു അലാ മാ മാത, എങ്ങനെയാണോ മരിക്കുന്നത് അതേപോലെയാണ് മഹ്ശറിൽ വരിക. മഹ്ശറിൽ വരുമ്പോ തഹ്രീരിന്റെ ജാഥയായിട്ടൊരു പട വരും, തക്ബീർ ജാഥയായി വേറെ പട വരും. ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ, ഇത് പറഞ്ഞുകൊണ്ട് വേറെ കൂട്ടർ വരും. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന് തൽബീദ് ചൊല്ലിക്കൊണ്ട് വേറെ കൂട്ടർ വരും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് വേറെ കൂട്ടർ വരും. എന്താണോ ഓരോരുത്തരും ജീവിതത്തിൽ ചൊല്ലി ശീലിച്ചത്, പറഞ്ഞ് ശീലിച്ചത്, അതുമായിട്ടാണ് ആ മനുഷ്യന്റെ ബിഅ്സത്ത് ഉണ്ടാവുക എന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ഞാൻ തൽബിയത്ത് ചൊല്ലിക്കൊണ്ടാണ് വരിക. റസൂലുള്ളാഹ് മദീനയിലെ മസ്ജിദിൽ നിന്ന് റൗദയിൽ നിന്ന് ഖബർ പൊട്ടിപ്പിളർന്നുകൊണ്ട് മഹ്ശറിലേക്ക് ആദ്യമായിട്ട് ഞാനായിരിക്കും വരിക. അല്ലാഹുവിന്റെ അർശിന്റെ സമീപം ഒരു കുർസി ഒരുക്കപ്പെടും. ഞാൻ ആ കുർസിയിൽ ഇരിക്കുമെന്ന് പറഞ്ഞ നബി പറഞ്ഞു, ഞാൻ തൽബിയത്ത് ചൊല്ലിക്കൊണ്ടാണ് വരിക. മദീനയിൽ നിന്ന് മഹ്ശറിലേക്ക് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ഇത് പറഞ്ഞുകൊണ്ട് നബി വരും. വേറെ ആളുകളോ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ട് മരിച്ച മനുഷ്യൻ. നമ്മളിവിടെ KSFന്റെ ഈ മജ്ലിസുൻ നൂർ വാർഷികത്തിൽ വെച്ച് ആലോചിക്കണം. ഈ മൻഹജിനൊരു കൊടി പിടിച്ചൊരു നേതാവ് ശൈഖുനാ ശംസുൽ ഉലമ അവിടെ നിന്ന് വഫാത്താകുമ്പോ ഉച്ചരിച്ച വാക്കുകളിൽ വെച്ച് അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായി. അവിടെ നിന്ന് കടന്നു വരിക മഹ്ശറിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. വേറെ ആളുകൾ എന്താണോ മരിക്കുമ്പോ പറഞ്ഞത് അത് പറഞ്ഞുകൊണ്ടുവരും. ഞാൻ ദീർഘിപ്പിക്കുകയല്ല, ഇതൊന്ന് കംപ്ലീറ്റ് ആക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. നമ്മളൊരു പുരയിലേക്ക് പോയി ഇനിയും മനസ്സിലാവാത്ത ആളുകൾക്ക് ഒരു ഉദാഹരണം കൂടി. നമ്മുടെ വീട്ടിൽ 2.5 വയസ്സുള്ളൊരു മോള്, 2.5 വയസ്സുള്ള മോന് ഈ കോലായിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്.
ഉപ്പ ഗൾഫിലാണ്, ഉമ്മ മാത്രം അടുക്കളയിലുണ്ട്. ഇവിടെ ഗ്രിൽസ് പൂട്ടിയിട്ടുണ്ട്. എല്ലാ വീട്ടിലും ഉള്ളൊരു ചിത്രം. അപ്പോഴാണ് പള്ളി കമ്മിറ്റിയിൽപ്പെട്ട 2-3 ആള് മുറ്റത്തേക്ക് കയറിപ്പോയത്, അല്ലെങ്കിൽ അപരിചിതനായ ഏതെങ്കിലും ഒരാൾ ആ വീട്ടിലേക്ക് കടന്നു വരുന്നത്. കുട്ടിയൊന്ന് നോക്കും. എന്തേ നോക്കുന്നത്? ഇത് പരിചയമുള്ള ആൾക്കാരല്ലല്ലോ, ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ആരാണ് റബ്ബേ ഇവർ, ആരാണിവർ? കുട്ടിയുടെ ഓർമ്മയിലേക്ക് ഇങ്ങനെ ഫോൾഡറിലേക്ക് കൊണ്ടുപോയി വെക്കുകയാണ്. ഈ മുഖം ഇത് ആ വീട്ടിലതല്ല, ഈ വീട്ടിലതല്ല, ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ആദ്യത്തെ കൗതുകം പിന്നെ ആശങ്കയായി, ബേജാറായി, വെപ്രാളമായി. ഈ 2.5 വയസ്സ് 3 വയസ്സുള്ള കുട്ടി പതിയെ ബേക്കോട്ടേക്ക് വന്ന്, അതും ഈ മുഖം തിരിഞ്ഞ് ബേക്കോട്ടേക്ക് വരില്ല, ബേക്കോട്ടേക്ക് തന്നെ മുഖം അങ്ങോട്ട് തന്നെ ആക്കി വന്ന് ചുമരിൽ ചാരി നിന്നു. വാതിലിൻ്റെ മൂലയിലേക്ക് പോയി. ഈ വ്യക്തി ഏകദേശം കോളിംഗ് ബെല്ലിന്റെ അവിടെ എത്തുമ്പോഴേക്ക് അടുക്കളയിലേക്ക് ഒരു ഓട്ടമാണ്. ഉമ്മാ അല്ലേ സംഭവിക്കുക? ഈ കുട്ടിയോട് ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? പറഞ്ഞു കൊടുത്തിട്ട് കാര്യമുണ്ടോ? 2 വയസ്സും 2.5 വയസ്സുള്ള കുട്ടിയോട് നീ കോലായിൽ വെച്ച് കളിക്കുമ്പോൾ ആരെങ്കിലും പരിചയമില്ലാത്ത ആൾ വരികയാണെങ്കിൽ നീ ഈ വാതിലിൻ്റെ മറവിലേക്ക് മെല്ലെ വന്നിട്ട് പിന്നെ ഉമ്മാന്ന് വിളിച്ചിട്ട് അടുക്കളയിലേക്ക് ഓടി വരണം എന്ന് കുട്ടിയോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. കുട്ടിയുടെ ബ്രെയിനിൽ അത് പ്രോഗ്രാം ചെയ്യപ്പെട്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടി എപ്പോഴും വിളിക്കുന്ന പേര് ഉമ്മ എന്നാണ്. ഉമ്മ ചായ, ഉമ്മ ചോറ്, ഉമ്മ 1 പോണം, ഉമ്മ 2, ഉമ്മ വാവ, ഉമ്മ അത്, ഉമ്മ ഇത്, എല്ലാം ഉമ്മയാണ്. അവസാനം ഒടുവിൽ ഒരു പ്രതിസന്ധി വന്നപ്പോൾ കുട്ടി ഓട്ടോമാറ്റിക്കലി പറഞ്ഞുപോയി ഉമ്മ. അതാണ് മരണം. അല്ല ടൈം ടേബിൾ എഴുതി വെച്ചിട്ട് ഇന്ന് രാത്രി 9:30 മണിക്ക് ഞാൻ മരിക്കാൻ പോവുകയാണ്, അതുകൊണ്ട് 9:20 മുതൽ എനിക്ക് തസ്ബീഹ് മാല തരണം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അങ്ങനെ പൂവൻ പഴത്തിൻ്റെ തൊലിയുരിഞ്ഞിട്ട് ജ്യൂസ് കുടിക്കുന്ന ഏർപ്പാടല്ല മരണം മുസീബത്താണ്. ആ മുസീബത്തായ മരണത്തെ അള്ളാഹു നമുക്ക് എളുപ്പമുള്ളതാക്കി തരട്ടെ. അപ്പോൾ അറിയാതെ പറഞ്ഞു പോകണം ലാ ഇലാഹ ഇല്ലല്ലാഹ്. കാരണം അത് നമ്മുടെ മുദ്രാവാക്യമായതിൻ്റെ പേരിൽ ചിലപ്പോൾ ചില നവീനാശയക്കാരൊക്കെ പറയലുണ്ട്, ഞങ്ങളുടെ നേതാക്കന്മാരും നിങ്ങൾ പറയുന്നതൊന്നും വിശ്വസിക്കാതെയും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടാണല്ലോ മരിച്ചത്. നമുക്ക് ഓവറായിട്ടുള്ള വാദങ്ങളൊന്നുമില്ല. ഒരാൾ ജീവിതത്തിൽ എപ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അങ്ങനെ മരിക്കും. ആരില്ലെന്ന് പറഞ്ഞു, നാവിൻ്റെ കെട്ടഴിഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കാരങ്ങനെ മരിക്കും. പക്ഷെ അത് ഗ്യാരണ്ടിയുള്ള കാര്യമല്ല. രണ്ടാമത്തെ ഭാഗം അല്ലെങ്കിൽ ഒരാൾ വന്ന് പറഞ്ഞു തരണം. കൈകൃത്യാവകാശം ഉള്ള ആത്മാക്കൾ വന്ന് പറഞ്ഞു തരണം, ഷെയ്ഖ് വന്ന് പറഞ്ഞു തരണം. അത് ഓർത്തപ്പോഴാണ് ഞാൻ ആ പുസ്തകം നിങ്ങൾക്ക് കാണിച്ചു തന്നു. വളരെ പ്രസക്തമായി ഈ പുസ്തകത്തിൽ പറയുന്നത് ഞാൻ പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ. 4% ആളുകൾ മാത്രമാണ് മരിക്കുന്ന മനുഷ്യൻ അനുഭവിക്കുന്നവരിൽ. ആര്? ജീവനുള്ള ആളുകൾ. ഞാൻ ആ പുസ്തകം ഇവിടെ കാട്ടിയല്ലേ, ആഫ്റ്റർ ലൈഫ് എവിഡൻസ് ഓഫ് ആഫ്റ്റർ ലൈഫ്. ഈ 496 എന്നുള്ള ശതമാനത്തിന്റെ കണക്കല്ല, അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാം. പക്ഷേ ഈ മരിക്കുന്ന മനുഷ്യൻ അനുഭവിക്കുന്നതിൽ 3.4 നേരത്തെ മരണപ്പെട്ടു പോയ മനുഷ്യരായിരിക്കുമെന്ന് പറയുന്നത് ഏതെങ്കിലും ഇമാമിന്റെ കിതാബാണെങ്കിൽ അത് ഇമാം അങ്ങനെ തന്നെ അല്ലേ പറയുമെന്ന് വിചാരിക്കാം. പക്ഷെ ഇത് തനാട്ടോളജി ടെക്സ്റ്റുകളാണ്. 13 മില്യൺ കോപ്പികൾ വിറ്റുപോയ പുസ്തകം, 10 മില്യൺ കോപ്പികൾ വിറ്റുപോയ പുസ്തകം, മൈ ഡീസൻ ഇൻ ടു ദ ഡെത്ത്, എവിഡൻസ് ഓഫ് ആഫ്റ്റർ ലൈഫ് ആഫ്റ്റർ ലൈഫ്. അതിൽ ആരാന്ന് പറയുന്നുണ്ടോ? ഈ കാണുന്ന മനുഷ്യർ. അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഫോർ ഫാദേഴ്സ്, ഫോർ മദേഴ്സ്, മെൻഡേഴ്സ് എന്നൊക്കെയാണുള്ളത്. നേരത്തെ മരണപ്പെട്ടു പോയ വല്യപ്പമാർ, വല്യമ്മമാർ, മെൻഡേഴ്സ് എന്ന ഗുരുക്കന്മാർ, ഷെയ്ഖുമാർ എന്ന് പറയും. ഇവരെയാണ് കാണുന്നത്. ഞാൻ നേരത്തെ കാസർഗോട്ടെ കഥ പറഞ്ഞ പോലെ നിങ്ങൾ വിശ്വസിക്കണ്ട. പക്ഷെ അങ്ങനെയാണ് നമ്മുടെ മുമ്പിലുള്ള അതേക്കുറിച്ച് അറിയുന്നവരുടെ കമൻറ്റുകൾ. അതില്ലാതെ നമ്മൾ തള്ളേണ്ട ഒരു കാര്യമില്ല. ഏറ്റവും മിനിമം ലെവൽ അതിനെക്കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ് ഒരു സാമാന്യ മര്യാദ. മരിക്കുമ്പോൾ കാണും നേരത്തെ മരണപ്പെട്ടു പോയ ആൾക്കാർ കൂട്ടിക്കൊണ്ടുപോകും. നേരത്തെ മരണപ്പെട്ടു പോയ ആൾക്കാർ കൂട്ടിക്കൊണ്ടുപോകും. അതിനാണ് ഈ അൽഫാത്തിഹ. തങ്ങന്മാരും ഉസ്താദന്മാരും ദുആ തുടങ്ങിയാൽ തന്നെ ഉണ്ടാവല്ലോ. സാധാരണക്കാർ വിചാരിക്കുന്നത് മാമൂലി കിട്ടാനാണ്. ഇലാ ഹദ്റത്തി അവിടെ, അവിടെ ഹദ്റത്തി സുമ്മ ഇത് പറയാൻ തുടങ്ങും. എന്തിനാണെന്നറിയോ?
അത് കൈകൃത്യാവകാശം കിട്ടിയ ആത്മാക്കളാണ് എന്ന് വാക്കിന് വിലയുള്ള മഹാത്മാക്കൾ പരിചയപ്പെടുത്തിയ ആളുകളായതുകൊണ്ടാണ്. ആൾക്കാരെ പേരൊക്കെ പറഞ്ഞാൽ മരിക്കുന്ന നേരത്ത് കൂട്ടിക്കൊണ്ടുപോകുന്നു. സുന്നത്തെ മഴത്ത് പറഞ്ഞാൽ മരിക്കുന്ന നേരത്തും മരണാനന്തരവും തണൽ കിട്ടുന്ന ഒരു ഏർപ്പാടിൻ്റെ പേരാണ്. സ്വന്തം വലിയൊരു ഡെസ്റ്റിനേഷൻ പോയിന്റിലേക്ക് പോകുന്നതിനേക്കാളും എളുപ്പം നേരത്തെ പോയി അവിടെ പരിചയിച്ച് അവിടെ പാസ്സായുള്ള ഒരാളുടെ ഹെൽപ്പ് ഉണ്ടാവുക എന്നുള്ളതാണ്. കോമൺ ലോജിക്കാണ്. അള്ളാഹു സ്വന്തത്തിനല്ല നമ്മളോട് പറഞ്ഞു തന്നത്. അള്ളാഹു ഇങ്ങോട്ടേക്ക് തവസ്സുൽ ചെയ്തിട്ടുണ്ട്. പ്രവാചകന്മാരെ ഉപയോഗപ്പെടുത്തിയിട്ടാണ് ദീൻ ഇങ്ങോട്ടേക്ക് തന്നത്. വാസിത്തയാണ്. ആ സ്ട്രക്ചറാണ് അങ്ങോട്ടും. നേരെ ചൊവ്വ ഒറ്റക്ക് പോകുക എന്നുള്ളതല്ല, വാസിത്തയെ അങ്ങോട്ട് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പം ഞാൻ ദീർഘിപ്പിക്കുകയല്ല. മരിക്കുന്ന ആളുകൾ അത്ഭുതകരമാണ്, അവരെ കാണും എന്ന്, അവരെ അനുഭവിക്കാൻ അവർക്ക് കഴിയുമെന്ന്, അവരുടെ കൂടെ അള്ളാഹു നമ്മൾ ആക്കി തരട്ടെ. ഈ വിശ്വാസം വലിയ വിശ്വാസമാണ്. ഈ തണൽ വലിയ തണലാണ്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ഓർമ്മകളെ, നമ്മുടെ നടപടിക്രമങ്ങളെ ആഖിറവുമായി ബന്ധപ്പെടുത്തുക, മരണവുമായി ബന്ധപ്പെടുത്തുക. ജീവിതം ജീവിച്ചതിനേക്കാൾ കുറവാണ് ഇനി നമ്മൾ ജീവിക്കാൻ പോകുന്നത് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവുക. ഒരു വക്ത് നമ്മൾ നിസ്കരിക്കുമ്പോൾ ഇത് എൻ്റെ അവസാനത്തെ വക്താണെന്ന് കരുതുക. ഒരു ശ്വാസം അകത്തേക്ക് വലിച്ചാൽ ഇത് പുറത്തേക്ക് വിടാൻ പോലും പറ്റണമെന്നില്ലെന്നുള്ളത് നമ്മൾ ഉൾക്കൊള്ളുക. ഒരു കാല് നമ്മൾ ഉയർത്തിയാൽ ഈ കാല് താഴ്ത്തുന്നതിന് മുമ്പ് ഒരുപക്ഷെ നാം തീർന്നു പോയേക്കാം. അത്രയേ നമ്മുടെ ജീവിതത്തിന് പൊലിയുള്ളൂ എന്ന് ആലോചിക്കുക. അപ്പൊ കിബറിന്റെ ബോംബുകൾ സ്വയം പൊട്ടുന്നത് നമ്മൾ കേൾക്കും. നമ്മളൊക്കെ മഹാത്മാക്കളുടെ, മുൻഗാമികളുടെ കാലിന്റെ, ചെരുപ്പിന്റെ, വാറിന്റെ ഉള്ളിൽ പറ്റിപ്പിടിച്ച ചേറിന് തികയില്ല എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. അപ്പൊ പിന്നെ നമ്മൾ മൗനം പാലിക്കും, തല താഴ്ത്തും, മൗനം പാലിക്കും. വലിയ വലിയ വർത്തമാനങ്ങൾ പറയില്ല, പേടിയാകും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.